ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ അപർണ മാതാജി, ഹരേ കൃഷ്ണ പിന്റു പ്രഭു, ഹരേ കൃഷ്ണ ശശികല മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ ബിന്ദു മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ശ്രീഭദ്ര റൈറ്റ്സ് സബിത മാതാജി, ഹരേ കൃഷ്ണ, സ്വാഗതം. അപ്പൊ നിങ്ങളെല്ലാവരും ഞാൻ അന്ന് പറഞ്ഞതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുവാണ്. ശനിയാഴ്ച പുരുഷോത്തമ മാസം തുടങ്ങുകയാണ് ഖത്തറില്. ഹരേ കൃഷ്ണ. ശനിയാഴ്ച തൊട്ട് പുരുഷോത്തമ മാസം നമ്മള് ഖത്തറിലും അങ്ങനെയുള്ള കുറച്ച് വിദേശ രാജ്യങ്ങളിൽ തുടങ്ങുകയാണ്. നാട്ടിൽ 17-ാം തീയതി ഞായറാഴ്ച തൊട്ടാണ് തുടങ്ങുന്നത്. പുരുഷോത്തമ മാസം എവരി 3 ഇയേഴ്സ് ആണ് ഇത് വരുന്നത്. പുരുഷോത്തമ മാസം അധിമാസം എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ വിളിച്ചുകൊണ്ടിരുന്ന അധിമാസം അല്ലെങ്കിൽ മലമാസം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് ഏത് കാര്യവും ചെയ്തു കഴിഞ്ഞാൽ അശുഭമായിട്ടാണ് ഈ മാസത്തിൽ ഭവിക്കുന്നത്. കാര്യം എന്താണ്? ഈ സൂര്യമാസവും ചന്ദ്രമാസമാണ് നമ്മൾ വൈഷ്ണവര് ഫോളോ ചെയ്യുന്നത്. അപ്പൊ സൂര്യമാസവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 വർഷത്തിന് ശേഷം വരുന്ന 30 ദിവസം, മിച്ചം വരുന്ന 30 ദിവസം അഡ്ജസ്റ്റ് ചെയ്തിട്ട് 3-ാമത്തെ വർഷം ഉൾക്കൊള്ളിച്ചിട്ടാണ് പുരുഷോത്തമ മാസം വരുന്നത്. അപ്പൊ ഈ പുരുഷോത്തമ മാസത്തില് 2 ഏകാദശിയും വരുന്നുണ്ട്. അപ്പൊ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും 24 ഏകാദശിയാണ്. ഈ വർഷം 26 ഏകാദശികൾ വരുന്നുണ്ട്. അപ്പം ഈ മാസത്തിന് അതിദേവത എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്തു? ബാക്കിയുള്ള മാസങ്ങളെല്ലാം, വൈശാഖ മാസം ഇപ്പൊ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. വൈഷ്ണവർക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. അക്ഷയ തൃതീയ അടക്കം എല്ലാം വന്ന വൈശാഖ മാസം. അതുപോലെ ഇനി ഒക്ടോബർ നവംബറിൽ കാർത്തിക മാസം വരുവാണ്, അതും വളരെ വിശേഷപ്പെട്ടതാണ്. ഈ മാസത്തിന് മാത്രം അതിദേവത ആരും എടുക്കാതെ വന്ന കാരണം എന്ത് ചെയ്തു? അപ്പം സാക്ഷാൽ പുരുഷോത്തമനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പുരുഷോത്തമൻ പറഞ്ഞു, എന്റെ പേര് പുരുഷോത്തമൻ എന്നാണ്, അതുകൊണ്ട് അതേ പേര് ഈ മാസത്തിൽ നിനക്ക് ഇട്ടോളൂ. ആര് പുരുഷോത്തമനെ ഭജിക്കുന്നുവോ, ഈ മാസം പുരുഷോത്തമന് സേവ ചെയ്യുന്നുവോ, അവരെ എന്താണ് പുരുഷോത്തമൻ അതിപ്രീതിയോടുകൂടി അവരെ സ്വീകരിക്കുന്നതായിരിക്കും. ഈ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഭഗവാൻ പുരുഷോത്തമന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കാര്യം ചെയ്താൽ പോലും അദ്ദേഹം 1000 ടൈംസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ചെറിയൊരു സേവ, സ്വല്പം അല്പസ്യ ചെയ്തു കഴിഞ്ഞാൽ പോലും അദ്ദേഹം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് ഈ മാസത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കാണുന്നത്. അതുകൊണ്ട് വ്രതം എടുക്കാൻ പറ്റുന്നവരും, അതുപോലെ തന്നെ എന്താണ്, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നിശ്ചയം, എന്തെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഇന്ന പോലെ ഒരു ദുശീലം നമുക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് ഞാൻ ഒഴിവാക്കി, അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം ഒഴിവാക്കി, വീട്ടിൽ വെക്കുന്നത് മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളാണ്, ഞാൻ നോൺ വെജ് ഈ മാസം ഉപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇന്ന ഇന്ന ആഹാരങ്ങളാണ്, അത് ഞാൻ ഉപേക്ഷിക്കുകയാണ് ഈ മാസം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഭഗവാന് വേണ്ടി നമ്മൾ ത്യജിക്കുക. അതായത് കുറച്ചുകൂടെ കൂടുതൽ പ്രത്യേക കീർത്തനങ്ങളൊക്കെ ഉണ്ട് ഈ മാസം നമുക്ക് ജപിക്കാനുള്ളത്. ആ കീർത്തനങ്ങൾ ജപിക്കുക. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കാര്യം ഇതിന്റെ കീർത്തനമോ ആരതിയോ ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ മഹിമകള് ഇപ്പം ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തിരുന്ന എല്ലാവരും വായിച്ചു കാണും. ദ്രൗപദിയായിട്ട് ബന്ധപ്പെട്ട പാസ്റ്റ് ടൈംസ് ഉണ്ട്. അതിപ്പോ ഗ്രൂപ്പിലൊന്നും വന്നിട്ടില്ല. വരുമ്പോൾ ഞാൻ അത് വായിച്ചു നോക്കിയിട്ട് എന്റെ മെമ്മറി റിവൈസ് ചെയ്തിട്ട് ഞാൻ ആ കഥ പറയാം. പിന്നെ അങ്ങനെ ഒരുപാട് പാസ്റ്റ് ടൈംസുകൾ ഉള്ളതാണ് ഈ മാസം. അതും ഒരു ഓഫറിന്റെ മാസമാണ്. വൈഷ്ണവരെ സംബന്ധിച്ച് സെയിലിന്റെ മാസമാണ് കാർത്തിക മാസവും പുരുഷോത്തമ മാസം. പുരുഷോത്തമ മാസത്തിൽ ഭഗവത്ഗീത 12-ാമത്തെ അധ്യായവും, അതായത് ഭക്തിയോഗവും പ്ലസ് ഈ 15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗവും നമ്മൾ വായിക്കേണ്ടതാണ്, മസ്റ്റായിട്ടും വായിക്കേണ്ടതാണ്. ഭഗവത്ഗീത 12-ാമത്തേതും 15-ാമത്തേതും. പിന്നെ ഭാഗവതത്തിലെ ഏതൊക്കെ ഭാഗമാണ് കൃഷ്ണലീലകൾ വായിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ വേറെ അതിന്റെ പ്രത്യേകിച്ച് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് പ്രത്യേകിച്ച് എനിക്ക് അതിന്റെ ഒരു മെസ്സേജുകളൊന്നും കിട്ടാത്തതാണ്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഗോവർദ്ധനതരം വന്ദേ ഗോപാലം ഗോപരൂപിൺ എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകമുണ്ട്. അത് ദ്വാരകാധാമിന്റെ ഗ്രൂപ്പിൽ കണ്ടു കാണും. പിന്റു പ്രഭുവും അതുപോലെ അപർണ മാതാജി, സബിത മാതാജി ഒക്കെ ആ 2 ശ്ലോകങ്ങൾ അങ്ങ് ബൈഹർട്ടാക്കി പഠിക്കണം. അത് ആരതി ചെയ്യുമ്പോഴത്തേന് ആ ശ്ലോകം ഉപയോഗിക്കാം. ഗോവർദ്ധനതരം വന്ദേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ജപിക്കാവോ ആ ഗ്രൂപ്പിൽ നോക്കിയിട്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ശ്ലോകമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ശ്ലോകമാണത്. ഗീതാകാനി മാതാജിയുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ആ 2 ശ്ലോകമെങ്കിലും ബൈഹാർട്ടായിട്ട് പഠിക്കുക. അത് ആരതി ചെയ്യുന്ന സമയത്ത് ആ ശ്ലോകം വെച്ചിട്ട് ഭഗവാനെ നെയ്വിളക്ക് കാണിക്കുകയോ,
30 ദിവസം പറ്റുന്നവര് നെയ്വിളക്കുകളൊക്കെ സമർപ്പിക്കുക ഈ 30 ദിവസവും. പിന്നെ 2 ഏകാദശി മസ്റ്റായിട്ടും ചെയ്യുക. നിർജ്ജലം എടുക്കാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സും വെള്ളവും മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഏകാദശിയുടെ പേര് പത്മിനി ഏകാദശി എന്നാണ് തോന്നുന്നു. ഒരു ഏകാദശിയുടെ പേര് പത്മിനി ഏകാദശിയും പരമ ഏകാദശിയും, ഈ 2 ഏകാദശിയാണ് പുരുഷോത്തമ മാസത്തിൽ വരുന്നത്. അപ്പം അപ്പൊ അത് വളരെ ഓസ്പീഷ്യസ് ആണ് ഈ ഏകാദശി എടുക്കുന്നത്. പിന്നെ എന്താണ് ദാനം, ഗോദാനം, ഗോസേവ, വൈഷ്ണവദാനം, വസ്ത്രദാനം, അന്നദാനം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. അത് പ്രത്യേകിച്ചും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടവർക്ക്, നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അത് ചെയ്യേണ്ടത്. ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതിന്റെ പ്രത്യേകത. അല്ലെ നമ്മള് ബാക്കി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എന്താണ്, നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാകും. അതിന്റെ എല്ലാം കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മള് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം, അതുപോലെ തന്നെ 4-ാമത്തെ അധ്യായം, ശ്ലോകം ഇന്ന് ഏതാണ് എടുക്കേണ്ടത്? ഓർമ്മയുണ്ടോ? 17 മുതൽ 17 മുതൽ അല്ലെ? 17, 18 തൊട്ടാണ് പോകേണ്ടത് അല്ലെ? അപ്പൊ 2 ശ്ലോകം ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മള് ശോഭന മാതാജിക്ക് ആരെന്ന് തോന്നുന്നു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് അല്ലെ? ഇത് എങ്ങനെയാണ് എന്നുള്ളത്. മാതാജിക്ക് ആ കൺഫ്യൂഷൻ നികന്ന് കിട്ടിയോ, അതോ ഇപ്പോഴും ഉണ്ടോ? മാതാജിക്ക് മനസ്സിലായോ എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം ആരോട് പറഞ്ഞു? അപർണ മാതാജി കൃത്യമായിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞു. പക്ഷെ മാതാജി ഇത്രയും നാളായിട്ട് മാതാജി അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. എനിക്കും വളരെ തുടക്കത്തിലൊക്കെ ഇത് മനസ്സിലാകുന്ന ചാപ്റ്ററേ അല്ലായിരുന്നു. ഭഗവത്ഗീതയുടെ ഉദ്ഭവം എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ആദ്യം പറഞ്ഞു വിവസ്വാൻ പറഞ്ഞു, വിവസ്വാൻ മനു ഇക്ഷ്വാകു, അങ്ങനെ പരമ്പര നിന്നു. പിന്നെ അർജുനനായിട്ട് കൊണ്ട് ഉപദേശിച്ചു. പക്ഷെ അർജുനനായിട്ട് ഉപദേശിച്ച ഈ ഭഗവത്ഗീത അതിന്റെ ഉദ്ഭവം എങ്ങനെയാണ്? ഈ ഭഗവത്ഗീത ആരോടാണ് ഉപദേശിച്ചത്? വ്യാസദേവൻ ആർക്കാണ് ഉപദേശിച്ചത്? ഗണപതി ഭഗവാനാണ് ആദ്യ ഉപദേശിച്ചല്ലേ? ആരാണ്? വ്യാസദേവൻ പറഞ്ഞു, ഗണപതി ഭഗവാൻ എഴുതിയെടുത്തു അല്ലെ? പറയുന്ന ആള് എന്താണ്? കേൾക്കുന്ന ആൾ എന്താണ്? അർത്ഥം അറിഞ്ഞ് എഴുതണം എന്ന് പറഞ്ഞു. പറയുന്ന ആൾക്ക് എന്താണ്? തടസ്സം ഉണ്ടാകരുതെന്ന് പറഞ്ഞു. ഇതായിരുന്നു എഗ്രിമെന്റ് അല്ലെ? അങ്ങനെ അപ്പൊ ആരാണ് എഴുതിയത്? ഗണപതി ഭഗവാനാണ് മഹാഭാരതം എഴുതിയത്. എത്ര ലക്ഷം ശ്ലോകം? 1,00,000 ശ്ലോകങ്ങൾ അല്ലെ? 1,00,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതിയത്. അതിലെ 6-ാമത്തെ സ്കന്ധമായ 18 സ്കന്ധങ്ങളിലുള്ളതിലെ 6-ാമത്തെ സ്കന്ധമായ ഭീഷ്മ പർവ്വതത്തിൽ നിന്നാണ് ഈ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. ഭീഷ്മ പർവ്വതത്തിലുള്ള ശ്ലോകം നമ്പർ ഞാൻ ഓർക്കുന്നില്ല. അവിടം തൊട്ട് ഇവിടം ഇന്ന ശ്ലോകം വരെ ഞാൻ ഓർക്കുന്നില്ല. അത് ഞാൻ ഭഗവത്ഗീതയുടെ ഇൻട്രൊഡക്ഷന്റെ സമയത്തൊക്കെ എടുത്താണ്, ഇപ്പൊ ഓർമ്മയില്ല. അത്രയും ശ്ലോകങ്ങളാണ്, 700 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയായിട്ട് നമുക്ക് കിട്ടിയത്. എവിടുന്നാണ്? വ്യാസദേവൻ ഗണപതി ഭഗവാന് ഉപദേശിച്ചു കൊടുത്ത മഹാഭാരതത്തിലെ ഭീഷ്മപർവ്വതം, 6-ാമത്തെ പർവ്വമായ ഭീഷ്മപർവ്വത്തിലെ 700 ശ്ലോകങ്ങളാണ് നമ്മൾ ഭഗവത്ഗീതയായിട്ട്, നമ്മൾ വേറൊരു ബുക്കായിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെ? ആ ഭഗവത്ഗീതയുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? ഉപദേശിച്ചല്ല, കണ്ടു അല്ലെ? നേരിട്ട് കണ്ടതാണ്. ആരൊക്കെ തമ്മിൽ കണ്ടു? ഇത് നേരിട്ട് കണ്ടു. അതായത് ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരദർശിനി അല്ലെ? ദൂരെ നടക്കുന്ന ഒരു കാര്യം എന്ത് ചെയ്തു? ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടു. ആരൊക്കെ? അതെ അതെ. അതായത് സഞ്ജയന് സ്വന്തം ഗുരുവായ വേദവ്യാസൻ ദിവ്യദൃഷ്ടി കൊടുത്തു. അപ്പൊ ഈ മഹാഭാരത ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നടക്കുന്ന സീനറി എന്ത് ചെയ്തു? സഞ്ജയൻ കാണുകയാണ് അല്ലെ? അവിടെ നടക്കുന്ന ടെലികാസ്റ്റ് കാണുകയാണ്. അത് തൊട്ടടുത്തിരിക്കുന്ന ധൃതരാഷ്ട്രർക്ക് ഉപദേശിച്ചു കൊടുത്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. അർജുനനോട് ഭഗവാൻ പറയുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇത് ലൈവായിട്ട് നടക്കുന്ന സംഭവം ടെലികാസ്റ്റ് ചെയ്യുവാണ്. ആര്? സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക്. അപ്പൊ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ആ 700 ശ്ലോകങ്ങളും നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിലും
നമ്മൾ കണ്ടു എങ്ങനെയാണ് അതിന്റെ സീക്വൻസ് എന്നല്ലേ. അത് ആർക്കാണ് ഒന്നുകൂടെ പറയാൻ പറ്റുന്ന, റിപ്പീറ്റ് ചെയ്ത്. ട്രൈ ചെയ്യാം പ്രഭു. പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് പരീക്ഷിത്തിന് ആദ്യം ശാപം കിട്ടിയപ്പോ പരീക്ഷിത്ത് മഹാരാജാവ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഗംഗാതീരത്ത് പോയി ഇരിക്കുകയും അവിടെ നമ്മുടെ എന്താണ് പേര് മറന്നു, വ്യാസദേവന്റെ പുത്രനായ സുഖദേവ മഹർഷി വന്നിട്ട് അവിടുന്ന് ഭാഗവതം ഉപദേശിച്ചു. ആ ഉപദേശിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ ഈ സൂത മഹർഷി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സൂത മഹർഷിക്ക് ഇത് കിട്ടിയത്. പിന്നെ സൂത മഹർഷിയാണ് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് സൂത സൗനക സംവാദ രൂപേണയാണ് ഇപ്പൊ ഈ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സൂത ശൗനക സംവാദം. സൂത ഗോസ്വാമി ശൗനകാദി ഋഷികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഇത് ഒറിജിനലി പോകുന്നത് ഭഗവാന്റെ അടുക്കൽ നിന്ന് അങ്ങനെ ചതുർശ്ലോകി ഭാഗവതമായിട്ട് വന്ന് ബ്രഹ്മദേവൻ, നാരദമുനി, വ്യാസദേവൻ, അങ്ങനെ വ്യാസദേവന് 18 പുരാണങ്ങള് 17 പുരാണങ്ങൾ എഴുതിയിട്ട് അദ്ദേഹത്തിന് എന്താണ് സന്തോഷമില്ല, ഹാപ്പിനെസ് ഇല്ല. അപ്പം നാരദമുനിയായിട്ട് വന്ന് ഉപദേശിക്കുന്നതാണ്. അങ്ങനെയാണ് ഭഗവാനെ പറ്റി നീ എഴുതൂ. അങ്ങനെയാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞ അമല പുരാണം ഉണ്ടായത് അല്ലെ. ആ അമല പുരാണം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഉപദേശിച്ച സമയത്ത് എന്താണ് ഒരു തത്ത വന്ന് കയറിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അല്ലെ. ആ തത്തയാണ് സുഖ ബ്രഹ്മർഷിയായിട്ട് ഭാര്യ വിളിച്ചിരുന്നപ്പോ ഉറങ്ങി. അപ്പം എന്ത് ചെയ്തു, ആ തത്ത എന്ത് ചെയ്തു, ആ ഭാഗവതം മുഴുവനും കേട്ടതാണല്ലേ. അതേ ഭാഗവതം അദ്ദേഹം വീണ്ടും പുറത്തു വന്നു കഴിഞ്ഞ് 16 വയസ്സുള്ള കുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഏത് ശ്ലോകം കേട്ടപ്പോഴാണ് ബ്രഹ്മവാദിയായിട്ടുള്ള ഈ പറയുന്ന സുഖ ബ്രഹ്മർഷി ഭഗവാൻ റിയലൈസേഷനിലേക്ക് മാറിയത്. ബ്രഹ്മവാദിയായിട്ടുള്ള ഈ സുഖദേവ് ഗോസ്വാമി 2 ശ്ലോകം ഉണ്ട്. അതിൽ ഒരു ശ്ലോകമാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം. ഏതാണ്? ഗർഭാപീഠം നടവര കർണയോ അപ്പൊ ആ ഒരു ശ്ലോകം അത് കാണാതെ പഠിക്കാൻ പറ്റുന്നവരെല്ലാരും ഒന്ന് പഠിക്കുക. ഭഗവാനെ പറ്റിയുള്ള വർണ്ണനയാണ്, മനോഹരമായ വർണ്ണനയാണ് ഭഗവാനെ പറ്റി. അത് കേട്ടപ്പോഴാണ് എന്താ സുഖദേവ് ഗോസ്വാമിക്ക് എന്താണ് ഈ വർണ്ണിക്കുന്ന ആളെ പറ്റി അറിയാനായിട്ട് തോന്നിയത് അല്ലെ. പിന്നെ അതുപോലെ പരീക്ഷിത്ത് അമ്മയുടെ വയറ്റിൽ വെച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയ ആളെ കിട്ടിയതെപ്പോഴാണ്, മരിക്കാനായിട്ട് കിട്ടിയ 7 ദിവസം, ലാസ്റ്റ് 7 ദിവസങ്ങളിലാണ് ഈ മരണം കാത്തിരിക്കുന്ന ആ സമയത്താണ് ഈ ഭഗവാനെ കിട്ടിയത്. അമ്മയുടെ വയറ്റിൽ വെച്ചിട്ട് തൊട്ട് അന്വേഷിച്ചു തുടങ്ങിയ ആ പരീക്ഷിത്ത് അവസാനം ഭഗവാനെ കിട്ടിയത് എപ്പോഴാണ്, ഈ 7 ദിവസങ്ങളിലാണ് അല്ലെ. മനസ്സിലായില്ലേ? എപ്പോ തൊട്ട് അന്വേഷണം തുടങ്ങി. അപ്പൊ ഭഗവാനെ അന്വേഷിക്കുക, കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യമാണ് ആര് ചെയ്തത്, പരീക്ഷിത്ത് ചെയ്തത്. അതുകൊണ്ട് ആ പരീക്ഷത്തിന്റെ കൃപ കൊണ്ട് നമുക്കിപ്പം ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ആ 17ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധാദാനാനി സ്വത്വാൻ ദുർമേധാൻ പ്രസിതായശു ദുർഭഗാംശ്ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാം സർവവർണാശ്രമാണാം യുദ്ധദ്യൗ ഹിതമോഘദൃക്. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധദാനാനി സ്വത്വാൻ ദുർമേധാൻ ഹ്രസിതായുഷഃ ദുർഭഗാംശ്ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യഥാദ്യൗ ഹിതമോഘദൃക്. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 4 ശ്ലോകം 17-18. ഭൗതികാനാം ച ഭാവാനാം ശക്തിഹ്രാസം ച തത്കൃതം അശ്രദ്ധദാനാനി സ്വത്വാൻ ദുർമേധാൻ പ്രസിതായുഷഃ ദുർഭഗാംശ്ച ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം
यद्दद्धौ हिदममोघधृत् हरे कृष्ण प्रभुजी। हरे कृष्णा सविता माताजी। हरे कृष्ण। भौतिकानां च भावानां शक्तिह्रासं च तत्कृतम् अश्रद्धानानि सत्त्वा दुर्मेधान् ह्रसिया दुष्टायुषा दुर्भगांशा जनान् वीक्ष्य मुनिर्दिव्येन चक्षुषा सर्ववर्णाश्रमं यददौ हिदममोघादृक्। हरे कृष्ण। हरे कृष्ണ. ഇവിടെ ഒരു ബിന്ദു മാതാജി ഉണ്ട്. ഏത് ബിന്ദു മാതാജിയാണ്? ഹരേ കൃഷ്ണ. കുറെ പേരുണ്ട്, അത് കാരണം എനിക്ക് അറിയില്ല. ഓക്കെ. അപർണ മാതാജി. हरे कृष्ण। भौतिकानां च भावानां शक्तिह्रासं च तत्कृतम् अश्रद्धानात् निस्वत्तात् दुर्मेधात् ह्रसितायुषः दुर्भागां च जनान् वीक्ष्य मुनिर्दिव्येन चक्षुषा सर्ववर्णाश्रमाणां यद्धत्वौ हितमोघदृक्। ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപത തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. ഭൗതികാനാം ച ഭൗതിക പദാർത്ഥങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതൊക്കെയും ഭാവാനാം പ്രവർത്തനങ്ങൾ ശക്തി ഹ്രാസം ച പ്രകൃതി ശക്തികളുടെ ക്ഷയവും തൽകൃതം അതിനാൽ നിർവഹിക്കപ്പെടുന്നു. അശ്രദ്ധ അശ്രദ്ധദാനാൻ അവിശ്വാസികളുടെ നിസത്വാൻ സത്വഗുണ വാഞ്ചയാൽ അക്ഷമരായ ദുർമേധാൻ അരസികനായ പ്രസിദ്ധ ചുരുങ്ങിയിരിക്കുന്നു. ആയുഷഃ ആയുസ് ദുർഭഗാൻ ച ദുർഭാഗ്യവാൻ ജനാൻ സാമാന്യ ജനങ്ങൾ വീക്ഷ്യ ദർശിക്കയാൽ മുനി ദിവ്യേന അതീന്ദ്രിയത്താൽ ചക്ഷുഷ ദൃഷ്ടി സർവ എല്ലാം സർവ ആശ്രമാണാം എല്ലാ വർണ്ണ ആശ്രമങ്ങളിലുമുള്ള എന്ത് ദദ്യോ ധ്യാനിച്ചു ഹിതം ക്ഷേമം അമോഘ ദൃക് വിജ്ഞാനത്തിൽ പൂർണ്ണ സജ്ജീകൃതമായ ഒരുവൻ. ഇപ്പൊ നമ്മള് സൂതഗോസ്വാമി മറുപടി പറയാൻ തുടങ്ങി അല്ലെ. ശൗനകാദി ഋഷികള് എന്ത് ചെയ്തു? ചോദ്യം അവസാനിച്ചപ്പോൾ നമുക്ക് അറിയാൻ പറ്റി. നമ്മള് സൂതഗോസ്വാമി സൂത ഉവാച എന്ന് പറഞ്ഞിട്ടാണ് 14-ാമത്തെ ശ്ലോകം തുടങ്ങുന്നത്. അപ്പം സൂതഗോസ്വാമി മറുപടി പറഞ്ഞു തുടങ്ങി. അപ്പൊ അതിൽ പറയുവാണ് വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. കലിയുഗ സ്വാധീനത്താൽ ഭൗതികമായ സർവ്വതിനും നാശം സംഭവിക്കുന്നത് അതീന്ദ്രിയ ദൃഷ്ടിയാൽ ദർശിക്കുവാൻ ജ്ഞാനസമ്പൂർണനായ ഉന്നത ഋഷിവര്യന് സാധ്യമായി. ഗുണ അഭാവത്താൽ നാസ്തികരായ സാമാന്യ ജനങ്ങളെ അല്പായുസുക്കളായും അക്ഷമരായും അദ്ദേഹം ദർശിച്ചു. ആകയാൽ എല്ലാ വർണ്ണാശ്രമ ധർമ്മങ്ങളിലുമുള്ള ജനങ്ങളുടെയും ക്ഷേമത്തിനായി അദ്ദേഹം പ്രാർത്ഥിച്ചു. ഹരേ കൃഷ്ണ. ഇപ്പൊ നമുക്കതിന്റെ ഭാവാർത്ഥം നോക്കാം. ശകലം വലിയ ഭാവാർത്ഥമാണ്. ഭാവാർത്ഥം ഉള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ശശീല മാതാജിക്ക് ഇല്ലല്ലേ? കൃഷ്ണകുമാരി മാതാജി. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ആ ഭാവാർത്ഥം വായിക്കാനും പ്രഭു. അതെ. കാലക്രമേണ സർവ ഭൗതിക പദാർത്ഥങ്ങളെയും വിസ്മൃതിയിലേക്ക് തരംതാഴ്ത്തപ്പെടുത്തത്തക്ക വിധം പ്രബലമാണ് കാലത്തിന്റെ അദൃശ്യ ശക്തികൾ. 4 യുഗചക്രങ്ങളുടെ അവസാനത്തെ യുഗമായ കലിയുഗത്തിൽ കാലത്തിന്റെ സ്വാധീനത്തിൽ അഖില ഭൗതിക പദാർത്ഥങ്ങളുടെയും ശക്തി ക്ഷയിക്കുന്നു. കലിയുഗത്തിൽ സാമാന്യ ജനങ്ങളുടെ ആയുസ്സും ഓർമ്മശക്തി ആധിക്യമായി ചുരുങ്ങുന്നു. ദിവ്യങ്ങളുടെ പ്രവർത്തനവും അത്ര പ്രോത്സാഹനജനകമല്ല. ഇതര യുഗങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച അത്രയും തോതിൽ ഭൂമി ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക ഇല്ല. മുമ്പ് പ്രദാനം ചെയ്തിരുന്ന അത്രത്തോളം പയസ് ഗോക്കളും ചുരുത്തുകയില്ല. ഫലമുല്ലാദികളുടെ ഉൽപാദനം കണ്ടെത്തിയതിനേക്കാൾ വളരെ കുറവായി തീരും. അപ്രകാരം എല്ലാ ജീവസത്തകൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും വേണ്ടത്ര പോഷകസമൃദ്ധമായ ഭക്ഷണം ലഭിക്കുകയില്ല. നിരവധി ജീവിതാവശ്യ ദൗർലഭ്യം ജീവിതായുസ്സിനെ ചുരുക്കുകയും ഓർമ്മ ശുഷ്കിക്കുകയും ബുദ്ധിക്ക് ക്ഷയം സംഭവിക്കുകയും പരസ്പര കൈമാറ്റത്തിൽ ആത്മവഞ്ചന ശാന്തമാവുകയും ചെയ്യും. ഇവയൊക്കെ ഉത്തമ യോഗിയായ ശ്രീ വ്യാസദേവൻ അദ്ദേഹത്തിൽ അതീന്ദ്രിയ ദൃഷ്ടി വീക്ഷിച്ചു. ഒരു ജ്യോത്സ്യൻ ഒരാളുടെ ഭാവി വിധി എന്തെന്ന് മുൻകൂട്ടി ദർശിക്കാൻ സാധ്യമാകുന്നത് പോലെ ഒരു ജ്യോതിശാസ്ത്രജ്ഞന് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമാകുന്നു. ധർമ്മശാസ്ത്രങ്ങളിൽ നിപുണരായ മുക്താത്മാക്കൾക്ക്
സർവ്വ മാനവരാശിയുടെയും ഭാവി പ്രവചിക്കാൻ സാധ്യമാകുന്നു. ആത്മീയ പ്രാപ്തിയുടെ സൂക്ഷ്മദൃഷ്ടിയിലുള്ളതാകയാൽ അവർക്ക് ഇവയൊക്കെ ദർശനസാധ്യമാകുന്നു. ഔവണ്ണം സർവ്വ അതീന്ദ്രിയവാദികളും സ്വാഭാവികമായി ഭഗവത് ഭക്തരാകയാൽ അവർ സാമാന്യ ജനങ്ങളുടെ ക്ഷേമ സേവനത്തിനായി സദാ ഉത്സുകരാണ്. സാധാരണക്കാരുടെ യഥാർത്ഥ മിത്രങ്ങളാണ് അവർ. അല്ലാതെ 5 നിമിഷത്തിനു ശേഷം എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയാത്ത പൊതുജന സഹോദരരെന്നറിയപ്പെടുന്ന നേതാക്കളെ പോലെയല്ല അവർ. ഈ യുഗത്തിൽ സാമാന്യ ജനങ്ങളും സ്വയം നേതാക്കളാണ് ങ്ങളെന്ന് സംബോധന ചെയ്യുന്നവരും നിർഭാഗ്യവാന്മാരും ആത്മീയജ്ഞാനത്തിൽ വിശ്വാസമില്ലാത്തവരും കലിയുടെ സ്വാധീനത്തിൽ അകപ്പെട്ടവരുമാകുന്നു. നിരവധി രോഗങ്ങൾ അവർ സദാ പീഡിതരാണ്. ദൃഷ്ടാന്തമായി വർത്തമാന യുഗത്തിലെ അനേകം ക്ഷയരോഗികളും നിരവധി ക്ഷയരോഗ ആശുപത്രികളും നിലവിലുണ്ട്. എന്നാൽ പണ്ട് അപ്രകാരമായിരുന്നില്ല. കാരണം അന്ന് കാലം ഇത്ര പ്രതികൂലമല്ലായിരുന്നു. കലിയുഗത്തിലെ നിർഭാഗ്യവാന്മാരായ ജനങ്ങൾ ശ്രീല വ്യാസദേവന്റെ പ്രതിനിധികളായ അതീന്ദ്രിയവാദികൾക്കോ എല്ലാ വർണ്ണാശ്രമ കർമ്മവ്യവസ്ഥകളിലുമുള്ള ഏവർക്കും ഉതകും വിധം എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ സദാ വ്യാപൃതരായിരിക്കുന്നവർക്കോ യാതൊരുവിധ അംഗീകാരവും നൽകുന്നില്ല. വ്യാസൻ, നാരദൻ, മാധ്വൻ, ചൈതന്യൻ, രൂപൻ, സരസ്വതി തുടങ്ങിയവരുടെ ദൗത്യത്തെ പ്രതിനിധീകരിക്കുന്ന അതീന്ദ്രിയവാദികളാണ് ഉത്കൃഷ്ട മനുഷ്യ സ്നേഹികൾ. വ്യക്തിത്വങ്ങൾ വിഭിന്നമായിരിക്കുക, എന്നാൽ പതിതാത്മാക്കളെ ഭഗവത് സന്നിധിയിലേക്ക് ആരോഹണം ചെയ്യുക എന്ന ലക്ഷ്യം ഏകവും സദൃശവും അഭിന്നവുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ അപ്പം വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാന് അതിലേക്ക് ഇനി അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാര്യം നമുക്ക് 4 ശ്ലോകം എടുക്കേണ്ടതായതുകൊണ്ട്. അപ്പൊ നമുക്ക് കലിയുഗ സ്വാധീനത്താൽ ഭൗതികമായ സർവ്വതിനും നാശം സംഭവിക്കുന്നത് അതീന്ദ്രിയ ദൃഷ്ടിയാൽ ദർശിക്കുവാൻ ജ്ഞാനസമ്പൂർണനായ ഉന്നത ഋഷിവര്യന് സാധ്യമായി. ഇപ്പോൾ ഈ ഒരു കാര്യം ആരാണ് ആദ്യം ചെയ്തത്? കലിയുഗം വരാൻ പോവുകയാണ്. അപ്പൊ കലിയുഗത്തിലെ എല്ലാം ധർമ്മം നശിക്കും. അതുപോലെ തന്നെ എന്താണ് അതുപോലെ ക്ഷേമവും അങ്ങനെയുള്ള പല കാര്യങ്ങളും നശിക്കും. ദയ ഇല്ലാതായി പോകും. അങ്ങനെയെല്ലാം പല കാര്യങ്ങളും കണ്ട് ആകെ വിഷമിച്ച ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? അങ്ങനെ ഭഗവാനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഈ കലിയുഗത്തിലെ ജനങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരാളുണ്ടായിരുന്നു, മഹാത്മാവ്. ആരാണത്? ആരാണോ പ്രഭു? അല്ല, നാരദമുനിയാണ്. നാരദമുനി. അപ്പൊ ഈ നാരദമുനി ഭഗവാന്റെ അവതാരം അവസാനിപ്പിച്ച് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ലീലകൾ അവസാനിപ്പിച്ച് പോകുന്ന സമയത്ത് നാരദമുനി വന്ന് കണ്ടു. നാരദമുനി എന്താണ്? പതിതാത്മാക്കളോട് പതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ എന്നാണ് നമ്മൾ വാഞ്ചാകൽപത രൂപശ്ച എന്നുള്ള കീർത്തൻ. പതിതൻ എന്ന് പറഞ്ഞ എന്താണ്? താഴേക്ക് പതിക്കുന്ന ഫോളൻ സോൾസ്. നമ്മളെല്ലാം ഫോളൻ സോൾസ് ആണ് അല്ലെ? നമ്മള് ഉന്നതമായ ആത്മാക്കളാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കേണ്ടവരാണോ? അല്ലല്ലോ, ഉറപ്പല്ലേ? നമ്മളെല്ലാം ഫോളൻ സോൾസ് ആണ്, പതിതാത്മാക്കളാണ്. അതുകൊണ്ട് വൈഷ്ണവർക്ക് മാത്രമേ ഉള്ളൂ പതിതാത്മാക്കളോട് കൃപയുള്ളൂ. ഭഗവാന്റെ പരമഭക്തർക്ക് മാത്രമേ പതിതാത്മാക്കളുള്ളൂ, അല്ലെങ്കിൽ ഫോളൻ സോൾസിനോട് കൃപയുള്ളൂ. ഇവരെങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്ന് ആർക്കേ താല്പര്യമുള്ളൂ, അതിയായ ആഗ്രഹമുള്ളൂ? ഉയർന്ന വൈഷ്ണവർക്ക്. അങ്ങനെയുള്ള ഉയർന്ന വൈഷ്ണവനായിട്ടുള്ള നാരദമുനിക്ക് ഈ കലിയുഗം വരാൻ പോവുകയാണ്. കലിപുരുഷൻ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്താകും? ഇതെല്ലാം മുൻകൂട്ടി ദർശിക്കാൻ കഴിവുള്ള നാരദമുനിയെ പോലുള്ള ആൾക്കാര് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്താണ് നാരദമുനിക്ക് ഭഗവാൻ കൊടുത്തത്? ഞാൻ തന്നെ പുസ്തക രൂപത്തിൽ അവതരിക്കും, ഗ്രന്ഥരൂപത്തിൽ, ഗ്രന്ഥഭാഗവതമായിട്ട് ഞാൻ അവതരിക്കും. അപ്പൊ ആൾക്കാർക്ക് ഞാൻ ഭാഗവതം കൊടുത്തിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ എന്നെ തന്നെ ഞാൻ എന്താണ് നാമരൂപത്തിൽ കലിയുഗത്തിൽ ആക്കിക്കൊടുക്കും. നാമത്തിൽ എന്റെ ശക്തി മുഴുവൻ നാമത്തിൽ ആക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രന്ഥരൂപത്തിൽ ഭാഗവതമാക്കി ഞാൻ കൊടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അതേ നാരദമുനി തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ വിളി മനസ്സിലായി. ശിഷ്യൻ എന്താണ്? വ്യാസദേവൻ. വ്യാസദേവൻ എന്ത് ചെയ്തു? വളരെയധികം വിഷമിച്ചിരിക്കുക. 17 പുരാണങ്ങൾ എഴുതിയിട്ട് അദ്ദേഹത്തിന് യാതൊരു എന്താണ് സമാധാനവും ശാന്തിയും ഒരു സന്തോഷമില്ല. ഇത്രയൊക്കെ എഴുതി. കാര്യം അതെന്താണ്? മറ്റ് പല സാധാരണ ജനങ്ങൾക്കും അങ്ങനെയുള്ള മറ്റ് പലർക്കും വേണ്ടിയിട്ട് ഉള്ള രീതിയിലുള്ള ഗ്രന്ഥങ്ങളാണ് ഈ പറയുന്ന ഈ പുരാണങ്ങളൊക്കെ തന്നെ. അപ്പം അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരു സംതൃപ്തി ഉണ്ടാകാത്ത അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇനി അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ വരുമ്പോൾ ആരെയാണ് ആദ്യം വിളിക്കുന്നത്? നമ്മുടെ ഗുരുവിനെയാണ് വിളിക്കുന്നത് അല്ലെ? നമ്മളുടെ മനസ്സിലൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ തീർത്താ തീരാത്ത ഒരു പ്രതിസന്ധി ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നത് ഗുരുവിനെയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഗുരുവിനെ മനസ്സിൽ വിചാരിച്ച നിമിഷം തന്നെ നാരദമുനി അവിടെ പ്രത്യക്ഷനാവുകയും അങ്ങനെ നാരദമുനി ചോദിക്കുന്നു, എന്താണ് നിന്റെ വിഷമത്തിന്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം
ഈ കാര്യങ്ങളൊക്കെ പറയുന്നു, ഞാൻ ഇതെല്ലാം എഴുതിയിട്ട് സംതൃപ്തനല്ല. അപ്പോൾ നാരദമുനി ആയിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്, നീ ഭഗവാനെ പറ്റി എന്തെങ്കിലും എഴുതൂ എന്ന് പറഞ്ഞിട്ട് പോകുവാണ്. അപ്പോഴാണ് ഈ വ്യാസദേവന് എന്താണ്, ആ ഗുരുവിന്റെ ഉപദേശത്താൽ ഈ ശ്രീമദ് ഭാഗവതം എഴുതണം എന്നുള്ള ആ ഒരു ആ ഒരു ആശയം ഉദിക്കുകയും അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആരെയൊക്കെയാണ് കരുക്കളാക്കുന്നത്? സ്വന്തം മകൻ, അതുപോലെ തന്നെ ഈ പരീക്ഷിത്ത് മഹാരാജ് പാമ്പ് കടിയേറ്റ് 7 ദിവസത്തിനകം മരിക്കാൻ പോകുന്ന ഇങ്ങനെ ഇത്രയും പേരെ അതിലൂടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതം നമുക്ക് വന്നത്. കാര്യം ഈ ഭക്തന്റെ വായിൽ കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന് മധുരമുള്ളൂ, അല്ലെ? ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ പരമഭക്തരാണ്. അപ്പൊ ഭക്തന്റെ വായിൽ കൂടെ വന്ന ഭക്തഭാഗവതാണ് എന്താണ് ഗ്രന്ഥഭാഗവതത്തെക്കാളും ശ്രേഷ്ഠം. ഗ്രന്ഥഭാഗവതം ഭഗവാൻ തമ്മിൽ വ്യത്യാസമില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ഭക്തന്റെ വായിൽ കൂടെ വരുമ്പോ അതിനാണ് എന്താണ് മധുരം കൂടുതൽ. ഇത് രണ്ടും ഭഗവാനല്ലേ ചോദിച്ചാൽ രണ്ടും ഭഗവാനാണ്. പക്ഷെ അതൊരു ഭക്തന്റെ വായിൽ കൂടെ വന്നു കഴിയുമ്പോൾ അത് അതിശ്രേഷ്ഠമാണ്, അല്ലെ? അതുകൊണ്ടല്ലേ സുഖമുഖാരവിന്ദം അമൃത രസാമൃതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്, അല്ലെ? 2-ാമത്തെ ശ്ലോകത്തില് 3-ാമത്തെ ശ്ലോകത്തില് നമ്മൾ കേൾക്കുന്ന ഭാഗവതം തുടങ്ങുമ്പോ, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ച് കലിയുഗത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം അതെ, അല്ലെ? ലോകക്ഷേമത്തിന് വേണ്ടി ഇനി 7 ദിവസത്തിൽ ഞാൻ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് ശ്രീമദ് ഭാഗവതം കേൾക്കാനായിട്ട് ഉപദേശിക്കാനായിട്ടുള്ള ആള് അവിടെ എത്തിച്ചേർന്നത്, ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട്. അപ്പം ഈ ശ്രീമദ് ഭാഗവതം എല്ലാ തരത്തിലുള്ള ആൾക്കാരെ, ഈ ശ്ലോകം അതാണ് പറയുന്നത്, അല്ലെ? ക്ഷത്രിയരോ 4 വർണ്ണങ്ങളിലുള്ള ആൾക്കാർക്കും ഇതെന്താണ് ഉപയോഗപ്രദമാണ് ശ്രീമദ് ഭാഗവതം. പ്രത്യേകിച്ച് ഒരു കാറ്റഗറിയിലുള്ള ബ്രാഹ്മൺസിനോ അല്ലെങ്കിൽ ക്ഷത്രിയർക്കോ അങ്ങനെ വൈശ്യർക്കോ ശൂദ്രർക്കോ എന്ന് വേണ്ട, ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ശ്രീമദ് ഭാഗവതം എന്താണ് ഒരുപോലെ ഉപകാരം ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ശ്ലോകത്തിൽ കൂടെ വ്യക്തമാണ്. കലിയുഗത്തിലുള്ളവരെന്താണ്? അല്പായുസുകളും മന്ദമതികളുമായിട്ടുള്ള ആൾക്കാരാണ് കലിയുഗത്തിലുള്ള ജീവാത്മാക്കൾ. പ്രത്യേകിച്ച് കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് എന്താണ്? അല്പായുസുകളാണ്, മന്ദമതികളാണ്. കാര്യം നമുക്കറിയാം ഈ കലിയുഗത്തിന്റെ പ്രത്യേകതകളിൽ കലിയുഗത്തിന്റെ വിവരണം 12-ാമത്തെ സ്കന്ധത്തില് ശ്രീമദ് ഭാഗവത്തിൽ കലിയുഗത്തിന്റെ വർണ്ണന വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യം തന്നെ പറയുന്നതാണ് മന്ദമതികള്, മന്ദബുദ്ധികളാണ്, അല്ലെ? നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താണ്? നമുക്ക് അങ്ങേയറ്റത്തെ ബുദ്ധിയാണ്, ഒന്നൊന്നര ബുദ്ധിയാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നെങ്കിലും ശ്രീമദ് ഭാഗവതം ഈ കലിയുഗത്തിന്റെ മുഴുവൻ വർണ്ണനകൾ തന്നെ പറയുന്നുണ്ട്. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട് 10,000 വർഷം. ഇപ്പൊ നമ്മൾ കലിയുഗം തുടങ്ങിയിട്ട് 5550 വർഷത്തിൽ പരൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു 10,000 വർഷം വരെയേ ഉള്ളൂ കൃഷ്ണഭക്തരും ഭക്തിയും ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഇതൊന്നും തന്നെ കാണില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും, അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ് എന്നുള്ള സ്ലോഗനുമായിട്ട് നടക്കുന്നത്. അതിന് മുൻപേ ഇനി മുന്നോട്ടുള്ള യുഗങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോ ജീവിക്കാൻ എന്നുള്ളത് നമുക്കറിയാം, അല്ലെ? ഇനി മുന്നോട്ട് പോകും തോറും എന്താണ്, ഇപ്പൊ ഈ യുദ്ധങ്ങളൊക്കെ കണ്ടില്ലേ? നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതിന് മുൻപ് തന്നെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോയില്ല എങ്കിൽ വീണ്ടും ഈ കലിയുഗത്തിൽ ജനിക്കേണ്ടി വരുന്ന അവസ്ഥ, 25 വയസ്സ് വരെ ആയുസ് എത്തുന്ന ഒരു ഘട്ടം വരെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് കാണാനായിട്ട് ഇരിക്കുകയാണ് നമ്മൾ ഇനി ജീവിച്ചിരുന്നെങ്കിൽ, മുന്നോട്ട് നമ്മൾ വീണ്ടും പിറവി എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഈ ജനനവും മരണവും അവസാനിപ്പിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത്. ഈ ജനന മരണ ശൃംഖലയിൽ നിന്ന് രക്ഷപ്പെടുക. കലിയുഗത്തിൽ ജനിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഭാരതവർഷത്തിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഭാഗ്യമുണ്ട്. കാര്യം എന്താണ്? നാമസങ്കീർത്തനം, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലൗ നാസ്തിവ 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 ഗതിരന്യത, അല്ലെ? ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. മറ്റുള്ള യുഗങ്ങളിലുള്ള ആൾക്കാർ തലയും കുത്തി നിന്ന് ശ്വാസമൊക്കെ പിടിച്ച് വർഷങ്ങൾ, ലക്ഷക്കണക്കിന് വർഷം തപസ് ചെയ്താൽ കിട്ടാത്ത കാര്യമാണ് നമുക്കിവിടെ നമുക്കൊരു ബോണസ് കിട്ടിയിരിക്കുകയാണ്. കാര്യം എന്താണ്? നമ്മൾ മന്ദബുദ്ധികളും എന്താണ് അല്പായുസുക്കളുമായിട്ടുള്ളത് കൊണ്ട് ഭഗവാനും ആചാര്യന്മാരും നമുക്ക് വിധിച്ചു തന്നിരിക്കുന്ന എന്താണ്? നാമസങ്കീർത്തനം മാത്രം മതി കലിയുഗത്തിൽ എന്താണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ. അപ്പൊ നാമസങ്കീർത്തനം നമുക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടുമോ? ഇല്ല, ടേസ്റ്റ് കിട്ടത്തില്ല. അതിനു വേണ്ടിയിട്ട് ആ നാമസങ്കീർത്തനം നമ്മൾ ആരെ പറ്റിയാണോ തം നമാമി ഹരിം പരം, ഏത് ആളെ പറ്റിയാണോ നമ്മൾ ആ നാമസങ്കീർത്തനം ചെയ്യുന്ന ആ ആളെ പറ്റി മനസ്സിലാക്കിയിട്ട് കീർത്തനം ജപിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ്?
ആ ആൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ നിറഞ്ഞു നിൽക്കും, ഒരിക്കലും പോകാതെ, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതം. നമ്മൾ ആരെ പറ്റിയാണോ നമ്മൾ ആ നാമം ജപിക്കുന്ന ആ ആള് എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ഭക്തന്മാർ എത്ര ശ്രേഷ്ഠരാണ്, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം എത്ര അവതാരങ്ങൾ എടുത്തു, ഇതൊക്കെയാണ് നമ്മൾ ശ്രീമദ് ഭാഗവത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നാസ്തികരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും, അല്ലെ? ഭഗവാനെ പറ്റി ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുവോ? നാസ്തികരാണല്ലേ, ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലും കലിയുഗത്തില്. പിന്നെ എന്താണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വിശ്വസിക്കുന്നത്, അല്ലെ? ഭഗവാൻ ഗോവർദ്ധനം ഉയർത്തിയോ എന്ന് പറഞ്ഞ് എത്ര പേരാണ് പുച്ഛിക്കുന്നത്, അല്ലെ? ഗോവർദ്ധനം ഉയർത്തുന്നത്, ഇത് ഈ ലോകങ്ങളെ മുഴുവൻ ഉദരത്തിൽ ധരിക്കുന്ന ഭഗവാന് ഗോവർദ്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല, ഇങ്ങനെ ഒരു കരിവേപ്പില എടുത്ത് കളയുന്ന ലാഘവത്തിൽ ഇങ്ങനെ എടുത്ത് പൊക്കാമെന്ന് പോലും ആരും, ഇത്രയും ശക്തിശാലിയായിട്ടുള്ള ഈ പ്രപഞ്ചങ്ങൾ മുഴുവൻ ധരിക്കുന്ന ആൾക്ക്, സർവശക്തിമാനായിട്ടുള്ള ആൾക്ക് ഇത് എത്ര നിഷ്പ്രയാസം സാധിക്കും? ഗോവർദ്ധനം അല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളിൽ വെക്കുന്ന ആളെ പറ്റിയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അല്ലെ? നമ്മൾ കമ്പയർ ചെയ്യുന്ന ചെറിയ ഒരു പർവ്വതത്തെ വെച്ചിട്ടാണ് ഭഗവാന്റെ ശക്തി നമ്മൾ അളക്കുന്നത്. അതൊക്കെ അന്ധവിശ്വാസമാണ്, അല്ലെ കെട്ടുകഥയാണെന്ന് ഭാഗവതം പറയുന്ന ആചാര്യന്മാര് തന്നെ അതാണ് പറയുന്നത്. അതൊക്കെ ഒരു കഥയായിട്ട് എടുത്താൽ മതിയെന്ന്. എന്തുകൊണ്ട് ഇവർക്ക് ഭഗവാന്റെ സുപ്രീമസി മനസ്സിലാകുന്നില്ല? അപ്പം മനസ്സിലായില്ലേ? അപ്പം ഈ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാണ് ആരൊക്കെയോ നിങ്ങളെ നിർബന്ധിച്ചോ അല്ലാതെയോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ ചില ജീവിത പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ ഇനി കുറച്ച് ഭക്തി അയക്കാം, അങ്ങനെയൊക്കെ പല പല കാരണങ്ങൾ കൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെയാണ്, അല്ലെ? എനിക്ക് എന്റെ കാര്യം തന്നെ, ഞാൻ എന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാ പറയുന്നത്. നമുക്കെല്ലാം ആ ഒരു സംശയമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്നത്, നമ്മൾ മായാലോകത്താണ്. മായ നമ്മളെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അല്പായുസുക്കളും അക്ഷമരായിട്ടുള്ള ഈ ഈ ജനങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും കണ്ടിട്ടാണ് എന്താണ് ഈ വ്യാസദേവൻ, എന്താണ് മഹാമുനി കൃതേ, മഹാമുനിയായിട്ടുള്ള വ്യാസദേവൻ ഇത് മുൻപേ കണ്ടിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ആകയാൽ എല്ലാ വർണ്ണാശ്രമത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പം ഈ എല്ലാ വർണ്ണാശ്രമത്തിലുള്ള ആൾക്കാർക്കും ഒരേപോലെ ശ്രീമദ് ഭാഗവതം എന്താണ് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേദങ്ങളോ ഉപനിഷത്തുക്കളോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണരൊഴിച്ച് ബാക്കി ആർക്കാണ് അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത്? കാര്യം താഴേക്കിടയിലുള്ളവർക്ക് ബുദ്ധി കുറവാണ്, അല്ലെ? അവര് എന്താണ് രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഉള്ള ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇപ്പൊ നമ്മളെല്ലാം പൂർണ്ണമായിട്ട് തമോ ഗുണത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കായാലും നമുക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഇതെന്താണ്? ശ്രീമദ് ഭാഗവതം എന്താണ്? അത് ഈ വേദങ്ങളുടെ എല്ലാം ഒരു ഉപനിഷത്തിന്റെ എല്ലാം കൂടെ ഒരു സംഗ്രഹമാണ്. അത് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഒരേപോലെ ആപ്ലിക്കബിളുമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അടുത്തത് 19ാമത്തെ ശ്ലോകം. ചാതുർഹോത്രം കർമ്മം ശുദ്ധം പ്രജാനാം വീക്ഷ്യ ദൈവികം വാദദ്യാദ്യജ്ഞ സന്തത്यै വേദമേകം ചതുർവിധം. ചാതുർഹോത്രം കർമ്മ ശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യാദാദ്യജ്ഞ സന്തത്यै വേദമേകം ചതുർവിധം. ഹരേ കൃഷ്ണ. പിന്റു പ്രഭു. हरे कृष्णा। चतुर्होत्रं कर्म शुद्धं प्रजानं वीक्ष्य वैदिकं वेदाध्याज्ञ सन्तत्यै वेदमेकं चतुर्वेदം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 19. ചാതുർഹോത്രം കർമ്മ ശുദ്ധാം പ്രജാനം വീക്ഷ്യം വൈദികം വൃദ്ധാദ്യജ്ഞ സന്തത്യോ വേദമേകം ചതുർവിദ്യം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അടുത്ത പത്മ മാതാജി. ഹരേ കൃഷ്ണ. ചാതുർഹോത്രം കർമ്മ ശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം ഇതിനകത്ത് ജനാനാം. ഓക്കെ, കുഴപ്പമില്ല. രണ്ടു ഒന്ന് തന്നെയാ. വേദാദ്യജ്ഞ സന്തതേ വേദമേകം ചതുർവിധം. ഹരേ കൃഷ്ണ.
ശിലപ്രഭാരുടെ പദാനുപദ തർജ്ജമ. ജയ് ശിലപ്രഭാത്. ചാതുഹു 4, ഹോത്രം യാഗാഗ്നി, കർമ്മശുദ്ധം കർമ്മശുദ്ധി പ്രജാനാം സാമാന്യ ജനങ്ങൾക്ക്, വീക്ഷ്യ ദർശിച്ച ശേഷം, വൈദിതം വേദ വേദ ആചാരം അനുസരിച്ചിട്ട് വൃദ്ധ വൃതൻ വൃതധാൽ അവസ്ഥയിലേക്ക് നിർമ്മിച്ചു. യജ്ഞം സന്തതിയെ വിസ്തരിക്കാനായി വേദം ഏകവേദം ചതുർവിധം 4 ഭാഗങ്ങളായി. ഇനി അതെങ്ങനെയാണ് ഈ ശ്രീമദ് ഭാഗവതം വിഭജിച്ചിരിക്കുന്നത് എന്ന് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പൊ വേദങ്ങൾ വിഭജിച്ചിരിക്കുന്നതാണ് പറയാൻ പോകുന്നത്. വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന യജ്ഞങ്ങൾ സാമാന്യ ജനങ്ങളുടെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് എന്ന് അദ്ദേഹം ദർശിച്ചു. ആകയാൽ പ്രവർത്തന പദ്ധതികളെ ലഘൂകരിക്കുന്നതിനായി, അങ്ങനെ ജനമധ്യേ വേദപ്രചാരണത്തിനായി അദ്ദേഹം വേദത്തെ 4 വിഭജിച്ചു. അതായത് ഈ നാരദമുനിയിൽ നിന്ന് വ്യാസദേവന് കിട്ടിയ നോളേജ്, വേദങ്ങളെ പറ്റിയുള്ള നോളേജ് ഈ ബ്രഹ്മദേവൻ നാരദമുനിക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉപദേശിച്ചു കൊടുത്ത ജ്ഞാനം. ഭഗവാനും അങ്ങനെ തന്നെയാണ് കൊടുത്തത് അല്ലെ. ആ വേദങ്ങളെ ഭഗവാൻ എന്താണ് അദ്ദേഹത്തിന്റെ പുല്ലാങ്കുഴലിൽ കൂടെയാണ് ഈ വേദങ്ങളുടെ നോളേജ് കിട്ടിയത്. അത് ഗായത്രിയിൽ കൂടെയാണ് ഈ വേദങ്ങള് മുഴുവനുമുള്ള നോളേജ് ഗായത്രിയിൽ കൂടെയാണ് ആർക്ക് കിട്ടിയത്? ബ്രഹ്മദേവന്. ആ നോളേജ് എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള നാരദമുനിക്ക് ആ ഹൃദയത്തിൽ കൂടെ കൈമാറി. അങ്ങനെ ആ നാരദമുനിയാണ് വ്യാസദേവന് എന്താണ് പറയുന്നത് ഈ വേദങ്ങൾ ഉപദേശിച്ചു കൊടുത്തത്. അപ്പം ആ ഏക വേദത്തെ ഇദ്ദേഹം എന്തായിട്ട് 4 സ്പ്ലിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഏതൊക്കെ വേദങ്ങളാണ് 4 സ്പ്ലിറ്റ് ചെയ്തത്? ഋഗ്വേദം, യജുർവേദം, അഥർവവേദം. അങ്ങനെ 4 തിരിച്ചു. ആ 4 കാറ്റഗറി ആയിട്ട് മാറ്റി. കാര്യം അത് ഒരുമിച്ച്, അത് കലിയുഗത്തിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇത് വായിക്കാനായിട്ട് ബ്രാഹ്മണർക്കും ഒക്കെ പോലും ഈ മുറജപം എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പം ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത് വ്യാസദേവൻ നമുക്കത് 4 വിഭജിച്ച് തന്നു. അത് ഓരോ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ യജുർവേദം ഒക്കെ തന്നെ എന്താണ് ആഭിചാര മന്ത്രങ്ങളും ഒക്കെ ഒരുപാട് പ്രതിപാദിക്കുന്ന വേദങ്ങളാണ്. അപ്പൊ അത് തമോ ഗുണവും രജോ ഗുണത്തിലും ഒക്കെയുള്ള വേദങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിന്റെ ഭാവാർത്ഥം നമുക്ക് വായിക്കാം. കൃഷ്ണകുമാരി മാതാജി വീണ്ടും. കൃഷ്ണ പൂർവമായി യജുർവേദം എന്ന നാമത്തിൽ ഏകവേദവും പ്രത്യേകം പരാമർശിക്കുന്ന 4 യജ്ഞവിഭാഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവയുടെ അനായാസമായ നിർവഹണാർത്ഥം 4 വർണ്ണങ്ങളുടെ കർമ്മസംബന്ധ സേവന ശുദ്ധീകരണാർത്ഥം വേദത്തെ 4 യജ്ഞവിഭാഗങ്ങളായി വിഭജിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങൾക്ക് പുറമെ 5ാം വേദം എന്ന് വിശേഷിപ്പിക്കാവുന്ന പുരാണങ്ങൾ, മഹാഭാരതം, സംഹിതകൾ തുടങ്ങിയവയുമുണ്ട്. ശ്രീ വ്യാസദേവനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ചരിത്ര പുരുഷന്മാരാകുന്നു. അവർ ഈ കലിയുഗത്തിലെ പരിതാത്മാക്കളോടെ അനുകമ്പയുള്ളവരും അത്യധിക കൃപയുള്ളവരും ആകുന്നു. അപ്രകാരം 4 വേദ അധ്യയനങ്ങളിൽ വിശദമാക്കിയിരിക്കുന്ന അനുബന്ധ ചരിത്ര സത്യങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവയാണ് മഹാഭാരതവും പുരാണങ്ങളും. പുരാണങ്ങളുടെയും മഹാഭാരതത്തിന്റെ പ്രാമാണിത്വം വേദങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്നത് യാതൊരു സന്ദേഹവുമില്ല. പൊതുവെ ചരിത്രങ്ങൾ എന്നറിയപ്പെടുന്ന പുരാണങ്ങളും മഹാഭാരതവും പഞ്ചബ്രഹ്മ വേദമായി ഛാന്ദോഗ്യ ഉപനിഷത്തിൽ 7:1-4 വിശേഷിപ്പിച്ചിരിക്കുന്നു. ഒഴിവാക്കപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളുടെ സമൂലം ഇപ്രകാരം നിശ്ചയം പറ്റണമെന്നാണ് ശ്രീ ജീവഗോസ്വാമിയുടെ മതം. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ അത് വ്യക്തമായിട്ട് ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് എന്തായിരുന്നു? യജുർവേദം എന്ന നാമത്തിലായിരുന്നു ഏകവേദം അറിയപ്പെട്ടിരുന്നത്. പ്രത്യേകം പരാമർശിക്കുന്ന 4 യജ്ഞവിഭാഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഒരു ഏകവേദമായിരുന്നു, അതിനെ യജുർവേദമായിരുന്നു. അത് പിന്നെ 4 യജ്ഞങ്ങളുടെ 4 വിഭാഗങ്ങളും ഉണ്ടായിരുന്നു, ഡിവിഷനും. എന്നാൽ അവയുടെ അനായാസമായ നിർവഹണാർത്ഥം 4 വർണ്ണങ്ങളുടെ കർമ്മസംബന്ധ സേവന ശുദ്ധീകരണാർത്ഥം വേദത്തെ 4 യജ്ഞവിഭാഗങ്ങളായി വിഭജിച്ചു. അപ്പൊ ഈ 4 വർണ്ണങ്ങളുണ്ടല്ലോ അല്ലെ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അപ്പൊ ഈ 4 വർണ്ണങ്ങളുടെ കർമ്മസംബന്ധം, അപ്പൊ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കർമ്മങ്ങളാണ് അല്ലെ. സത്വഗുണത്തിനുള്ള കർമ്മം, രജോ ഗുണത്തിലുള്ള കർമ്മം, സത്വരജത്തിലുള്ള കർമ്മം, അതുപോലെ രജോ തമോ ഗുണങ്ങളിലുള്ള കർമ്മം വൈശ്യർക്ക്, അതുപോലെ തന്നെ ശൂദ്രർക്ക് തമോ ഗുണം അല്ലെ. ഇങ്ങനെയാണല്ലോ ആ ഗുണങ്ങൾ 4 വർണ്ണങ്ങളില്
ഈ പറയുന്ന പോലെ ആ ഗുണങ്ങൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലായി. അപ്പൊ ഈ ഓരോ കാറ്റഗറിക്കുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് 4ആയിട്ട് ഇവിടെ. 4 വർണ്ണങ്ങളുടെ കർമ്മസംബന്ധ സേവന ശുദ്ധീകരണാർത്ഥം. അപ്പൊ ഈ 4 വർണ്ണങ്ങളിലുള്ള ആൾക്കാരെയും എന്താണ് അവരെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ കർമ്മം എന്താണ് അവരുടെ പ്രവൃത്തി ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദങ്ങളെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അങ്ങനെ ആ വേദത്തിൽ 4 യജ്ഞ വിഭാഗങ്ങളായി. യജ്ഞം എന്ന് പറഞ്ഞ എന്താണ്? കർമ്മ അല്ലെ? യജ്ഞാത്ത കർമ്മണോ കാന്ത എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ശ്ലോകം കണ്ടിട്ടില്ലേ? യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മം, നമ്മളുടെ പ്രവൃത്തി അല്ലെ? വിഭജിച്ചു ഋഗ്വേദം, ഋജുവേദം, സാമവേദം, അഥർവേദം. അതിന് പുറമെ 5ആം വേദമായിട്ട് ആയുർവേദമുണ്ട്. പിന്നെ എന്താണ് 5ആം വേദം എന്ന് വിശേഷിപ്പിക്കുന്ന പുരാണങ്ങൾ, മഹാഭാരതം, സംഹിതകൾ തുടങ്ങിയവുമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ആയുർവേദമുണ്ട്, ജ്യോതിഷമുണ്ട്, അങ്ങനെ കുറെ വേദങ്ങളുടെ ഉപവേദങ്ങളായിട്ട് അറിയപ്പെടുന്ന ഒരുപാടുണ്ട് അല്ലെ? ഒരെണ്ണം ആയുർവേദം, ഒരെണ്ണം വേറെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. മാതാജിക്ക് ഓർമ്മയുണ്ടോ? 5ആം വേദം, 6ആം വേദം ഒക്കെ ആയിട്ട് പറയുന്നു. ഒന്ന് ആയുർവേദമാണ്. ശശീല മാതാജിക്ക് ഓർമ്മയുണ്ടോ ക്ലാസ്സിൽ? ആയുർവേദം പോലത്തെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ആയുർവേദവും എനിക്ക് ഓർമ്മ വരുന്നില്ല. ആയുർവേദം പോലത്തെ വേറൊരു വേദം കൂടെ ഉണ്ട്. അതുപോലെ പുരാണങ്ങൾ, മഹാഭാരതങ്ങൾ, സംഹിതകൾ തുടങ്ങിയവയുമുണ്ട്. ഈ 5ആം വേദവും അതിന്റെ എന്താണ് ബൈ പ്രോഡക്ട്സ് ആയിട്ട് കുറെ ശാഖകൾ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അങ്ങനെ മഹാഭാരതം, സംഹിതകൾ തുടങ്ങിയവയുമുണ്ട്. ശ്രീ വ്യാസദേവനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ചരിത്ര പുരുഷന്മാരാകിയാൽ കലിയുഗത്തിലെ പതിതാത്മാക്കളോട് അവർക്ക് അത്യധികം അനുകമ്പ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ 4 വേദ അധ്യായനങ്ങൾ വിശദമാക്കിയിരിക്കുന്ന അനുബന്ധ ചരിത്ര സത്യങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവയാണ് മഹാഭാരതവും പുരാണങ്ങളും. ഈ മഹാഭാരതവും പുരാണങ്ങളും ഒക്കെ ഈ 4 വേദങ്ങളിൽ നിന്നുള്ള എന്താണ് അനുബന്ധ ചരിത്ര സത്യങ്ങളിൽ നിന്ന്. അപ്പൊ ഈ വേദങ്ങളാണ് ബേസിസ്. നമ്മൾ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം വേദങ്ങളാണ്. നമ്മളുടെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വേദങ്ങളും ഉപനിഷത്തുക്കളുമാണെന്ന് സ്ട്രെയിറ്റ് അവേ പറയണം. നമ്മളുടെ ആധികാരികമായിട്ടുള്ള സനാതന ധർമ്മത്തിലെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദങ്ങളും ഉപനിഷത്തുക്കളുമാണെന്ന് സ്ട്രെയിറ്റ് അവേ ആരോടും നമ്മൾ പറയാം. മറ്റുള്ള മതങ്ങൾക്കൊക്കെ ഒരു സിംഗിൾ ബുക്കാണ് അല്ലെ? നമുക്കറിയാം ക്രിസ്ത്യൻസിനാണെങ്കിൽ ബൈബിള്, അല്ലെങ്കിൽ മറ്റവർക്കാണെങ്കിൽ ഖുറാനാണ് അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വേദങ്ങളും ഉപനിഷത്തുക്കളുമാണെന്ന് സ്ട്രെയിറ്റ് അവേ പറയണം. അപ്പം ഈ മഹാഭാരതവും പുരാണങ്ങളും എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനുബന്ധ ചരിത്ര സത്യങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതായത് വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാവുന്ന കഥകളും ഉപകഥകളും എല്ലാം എടുത്തിട്ടാണ് ഈ മഹാഭാരതവും പുരാണങ്ങളും ഒക്കെ അദ്ദേഹം രചിച്ചത്. മഹാഭാരതത്തിന്റെയും പ്രമാണിത്വം വേദങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്ന് അതിൽ യാതൊരു സന്ദേഹവും ഇല്ല. പൊതുവെ ചരിത്രങ്ങൾ എന്നറിയപ്പെടുന്ന പുരാണങ്ങളും മഹാഭാരതവും പഞ്ചമ വേദമായി ചാന്തോക്യ ഉപനിഷത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ചാന്തോക്യ ഉപനിഷത്തിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഈ മഹാഭാരതവും അതുപോലെ തന്നെ പുരാണങ്ങൾ, ഈ 18 പുരാണങ്ങളും ഒക്കെ 5ആം വേദമായിട്ടാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം വെളിവാക്കപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളുടെ സമൂല്യം ഇപ്രകാരം നിശ്ചയം വരുത്തണമെന്ന് ശ്രീ ജീവ ഗോസ്വാമി ഇപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്താണ്? നമ്മളുടെ മുൻപിൽ ഇങ്ങനെ വെളിവാക്കപ്പെട്ടിട്ടുള്ള ഈ ധർമ്മശാസ്ത്രങ്ങളെ നമ്മൾ എന്താണ് അതിന്റെ മൂല്യം അനുസരിച്ചിട്ട് അതിനെ നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുള്ളതാണ് ശ്രീ ജീവ ഗോസ്വാമിയുടെ മതം അല്ലെങ്കിൽ അഭിപ്രായം. ഇനി അടുത്ത് 20ാമത്തെ ശ്ലോകം വരെയാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലെ? അത്രയാണോ? അത് അതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 17, 18, 19, 20. 20ാമത്തെ ശ്ലോകം 20 വരെയല്ല. അപ്പൊ 20ാമത്തെ ശ്ലോകം ഋഗ്യജു സാമാർത്ഥ വാക്യ വേദാന്തത്വാര ഉദ്ധൃതാൻ ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഋഗ്യജു സാമാർത്ഥ വാക്യ വേദാശ്ച ത്വാര ഉദ്ധൃത ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഹരേ കൃഷ്ണ. ശശികല മാതാജി. ഹരേ കൃഷ്ണ. ഋഗ്യജു സാമ അഥർവാക്യ വേദാശ്ച ത്വര ഉദ്ധൃത
ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഇത്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബിന്ദു മാതാജി. ബിന്ദു മാതാജി കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ മാതാജി, ശോഭന മാതാജിയുടെ കൂട്ടുകാരത്തിയാണോ? അതെ അതെ അതെ. അതെയോ? ഓക്കെ. മാതാജിക്ക് എന്താ ലിങ്ക് ഒന്നും കിട്ടാറില്ല, അറിയാറില്ലേ ക്ലാസ്സിന്റെ കാര്യങ്ങളൊന്നും? അതെ, അന്ന് ഞാൻ കേറിയിരുന്നു, പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെയോ? ഞാൻ ഓർക്കുകയും ചെയ്തില്ല. ഞാന് ഇവിടെ പോയിരിക്കായിരുന്നു. ഹരേ കുഴപ്പമില്ല. കൃഷ്ണ. ഹരേ ആ കൃഷ്ണ. ശ്ലോകം വായിച്ചു. ആ ശ്ലോകം 20. ഹൃഗജോ സാമാധർവാക്യ വേദ ചത്വാര ഉദ്യത ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഹരേ കൃഷ്ണ. രാധേഷ്. ഹരേ കൃഷ്ണ. മാതാജി ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യാറുള്ളതാണോ? ഹരേ കൃഷ്ണ. ഉവ്വ പ്രഭു, ഞങ്ങള് അവിടെ അയ്യന്തോള് പോണുണ്ടേ, അപ്പൊ അവിടത്തെ മാതാജിയുടെ ക്ലാസ്സിൽ പോവാറുണ്ട്. സുസ്മിത മാതാജിയുടെയോ? സുസ്മിത മാതാജി. ഓക്കെ ഓക്കെ. അവിടെ ഒരു സ്മിത മാതാജി ഒക്കെ വരുന്നില്ലേ? അതോ ഉണ്ട് അവിടെയാണോ? സ്മിത, മഞ്ജുശ്രീ. അതെ അതെ. മഞ്ജുശ്രീ ഒക്കെ വരുന്നല്ലേ? മംഗളപ്രദ. മംഗളപ്രദ ഈശാനി ദേവി. ഓക്കെ ഓക്കെ. പിന്നെ വേറൊരു മാതാജിയുടെ കാര്യം പറഞ്ഞല്ലോ, അതാരായിരുന്നു? ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീജ മാതാജി. ഷീജ മാതാജി. കുട്ടി സംസ്കൃതം കോളേജില് എന്തോ പാസ്സായതൊക്കെ ആ കുട്ടിയുടെ അമ്മയല്ലേ ഷീജ മാതാജി? അല്ലല്ല, അത് വേറെ. അല്ല അത് പ്രഭു, വേറെ. അത് വേറെയാ. അതെയോ? അവരല്ല. ഷീജ വേറെ. ഇത് രണ്ട് ഷീജയാണ് അല്ലേ? അപ്പം ഓക്കെ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ ഓർത്ത് ഈ ഷീജ തന്നെയായിരിക്കും. ഓക്കെ, സാറില്ല. ഓക്കെ, അപ്പൊ നമ്മള് അതിന്റെ ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ നോക്കുകയാണ്. ഋഗ്, യജു, സാമ, അഥർവ, ആഖ്യ 4 വേദങ്ങളുടെയും നാമധേയം. വേദങ്ങൾ. ചത്വാരഹ 4. ഉദ്രുത വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിച്ചു. ഇതിഹാസ ചരിത്രരേഖകൾ അല്ലെങ്കിൽ മഹാഭാരതം. പുരാണം ച പുരാണങ്ങളും. പഞ്ചമ 5. വേദ യഥാർത്ഥ വിജ്ഞാന ഉറവിടം. ഉച്യതേ പ്രസ്താവിക്കപ്പെടുന്നു. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് ജയ ശ്രീലപ്രഭാത് വിജ്ഞാനത്തിന്റെ യഥാർത്ഥ ഉറവിടത്തെ വേദങ്ങളെ 4 വിഭാഗങ്ങളായി പ്രത്യേകം സൃഷ്ടിച്ചു. എന്നാൽ ചരിത്ര സത്യങ്ങളെയും പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന ആധികാരികമായ കഥകളെയും പഞ്ചമവേദമായി വിശേഷിപ്പിക്കുന്നു. മുമ്പേ നമ്മൾ പറഞ്ഞ ഭാവാർത്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങള് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ എന്താണ് പറഞ്ഞ പഞ്ചമവേദം, നമ്മളുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളെയൊക്കെ ചേർത്ത് പഞ്ചമവേദമായിട്ട് നമ്മൾ പറയുന്ന കാര്യം വേദത്തിന്റെ ഒരു ബൈ പ്രോഡക്ട്സ് ആണ്. വേദത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളെ ഉദ്ധരിച്ച് പ്രവർത്തിപ്പിക്കുന്ന അത് കുറെ കഥകളിൽ കൂടെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുക വേദത്തിന്റെ സാരം. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഭയങ്കര ജ്ഞാനം. വേദത്തിന്റെ അർത്ഥം എന്താണ്? ജ്ഞാനം എന്നാണ് അല്ലെ? അത് അത്ര മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിയുള്ളവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. പിന്നെ അതുകൊണ്ട് അത് പ്രത്യേക കാറ്റഗറിയിലുള്ള ബ്രാഹ്മണർക്ക് മാത്രമായി വേദം അങ്ങനെ ചുരുങ്ങിപ്പോയി. അപ്പൊ ഈ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കൂടെ ഉദ്ദേശിച്ചത് കഥാരൂപത്തിൽ ഈ വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അവതരിപ്പിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും മനസ്സിലാക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ പഞ്ചമവേദം എന്ന രീതിയിൽ ഈ മഹാഭാരതവും അതുപോലെയുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള വർണ്ണ വിഭാഗങ്ങളിലുള്ള ആൾക്കാരെ പൊതുവെ എന്താണ് ബുദ്ധി കുറഞ്ഞ ആൾക്കാരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താണ്? പണ്ടൊക്കെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനായിട്ടുള്ള അധികാരമില്ലായിരുന്നു. ഇപ്പൊ വിദ്യാഭ്യാസവും പുറത്തേക്ക് എന്താണ് അകത്തമ്മമാരായിട്ട് ഇരിക്കുന്ന ആ ഒരു രീതിയായിരുന്നു അല്ലെ? അപ്പൊ അവർക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരുന്നു. അപ്പൊ കഥാരൂപത്തില് എന്താണ് ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള തത്വങ്ങളും അതുപോലെ അതിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനങ്ങളും ആ ഒരു കഥയുടെ രൂപത്തില് നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്താണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ തത്വം നമ്മളിലേക്ക് എത്താനായിട്ട് വളരെ എളുപ്പം സാധിക്കും. അങ്ങനെയാണ് ഈ പറയുന്ന പഞ്ചമവേദങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. കാര്യം എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം? വേദങ്ങളിൽ നിന്നാണ്. അപ്പൊ ഈ വേദങ്ങൾ നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന്
ആർക്കാണ് അറിയാൻ പറ്റുന്നത്? ആർക്കാ പറയാൻ പറ്റുന്നത്? വേദങ്ങൾ ഇടയ്ക്ക് നഷ്ടപ്പെട്ടായിരുന്നു. ഹയഗ്രീവൻ എന്ന് പറഞ്ഞ അസുരൻ വേദങ്ങളെ മോഷ്ടിച്ചോണ്ട് ഹയഗ്രീവൻ വേദങ്ങളെ വീണ്ടെടുത്തു. ഹയഗ്രീവനാണ് വീണ്ടെടുത്തത്? അല്ല, തട്ടിക്കൊണ്ടുപോയത്. ആ, ഹയഗ്രീവൻ എന്നുള്ള അസുരൻ ബ്രഹ്മദേവന്റെ അടുക്കൽ നിന്ന് ഈ പറയുന്ന വേദങ്ങളെ മോഷ്ടിച്ചു. അദ്ദേഹം എന്താണ് സമുദ്രത്തിൽ അത് താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു, വേദങ്ങളെല്ലാം സമുദ്രത്തിൽ. അപ്പൊ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? മത്സ്യാവതാരം എടുത്തിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന വേദങ്ങളെ, ഈ ഹയഗ്രീവിനെ വധിച്ചിട്ട് ഈ വേദങ്ങളെ വീണ്ടെടുത്തു. അതേപോലെ തന്നെ മത്സ്യാവതാരം വീണ്ടും ഒന്നുകൂടെ എടുത്തിരുന്നു. അതേത് സമയത്താണ്? വേറെ ഒരു മനുവിന്റെ കാലഘട്ടത്തിലായിരുന്നു അല്ലെ? അങ്ങനെ വൈവസ്വത മനു ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, അതോ ചാക്ഷുഷ മനുവാണോ സ്വയംഭൂ മനുവാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ആ മനുവിന്റെ കാലഘട്ടത്തിൽ ഭഗവാൻ വീണ്ടും അവതരിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ മത്സ്യാവതാരം എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? അന്ന് എല്ലാ ജീവജാലങ്ങളും സത്യവ്രത രാജാവിന്റെ കമണ്ടലുവിലെ ചെറിയ മത്സ്യമായിരുന്നു. ആ, സത്യവ്രത രാജാവ് സമുദ്രത്തിൽ കുളിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരു ചെറിയ മത്സ്യം കണ്ടു, ഒരു സ്വർണ്ണ മത്സ്യം. മാതാജി പറഞ്ഞു ശരിയാണ്, സത്യവ്രത രാജാവ്. അപ്പൊ അദ്ദേഹം ആ മത്സ്യം എന്ത് ചെയ്തു? അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കുളത്തിലിട്ടു അല്ലെ? കുളത്തിൽ കിടന്ന ആ മത്സ്യം വലുതായി കഴിഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു റിവറിൽ എടുത്തിട്ടു, ഒരു പുഴയിൽ എടുത്തിട്ടു. പുഴയിൽ കിടന്നപ്പോ അതിൽ കൊള്ളാതായി കഴിഞ്ഞപ്പോൾ അതിനെ നേരെ കൊണ്ടുപോയി എന്താണ് തടാകത്തിലിട്ടു. തടാകത്തിൽ സമുദ്രത്തിലേക്ക് ആക്കി അല്ലെ? അപ്പൊ ആ മത്സ്യം എന്താണ് ഈ രാജാവിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തത്? എന്താണ്? എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ വിത്ത് അല്ലെങ്കിൽ ഓരോ ജീവിയെ എന്ത് ചെയ്തു? ആ ഒരു നൗകയിലാക്കിയിട്ട് എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ എന്താണ് തേറ്റയില്, മത്സ്യത്തിന്റെ തേറ്റയില് ഈ കപ്പല് നൗക കുടുക്കിയിട്ട് എന്ത് ചെയ്യണം പോകും? കാര്യം എന്താണ്? പ്രളയമാണ് വരാൻ പോകുന്നത് അല്ലെ? അപ്പൊ വീണ്ടും സൃഷ്ടിക്ക് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം രണ്ടാമത് വീണ്ടും സൃഷ്ടിക്ക് വേണ്ടിയിട്ട് എല്ലാ ജീവജാലങ്ങളുടെ, എല്ലാ പച്ചക്കറികളുടെ എല്ലാം ഓരോ വിത്തുകൾ ശേഖരിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ഓരോ ജീവജാലങ്ങളെയും അതിൽ കയറ്റിയിരുന്നു. അങ്ങനെയായിരുന്നു ആ നൗക പോയത്. അപ്പൊ അങ്ങനെയായിരുന്നു ആ ഒരു നൗക പോയിരുന്നത് അല്ലെ? അപ്പം മത്സ്യാവതാരം 2 തവണ എടുത്തതായിട്ട് കണ്ടു. വരാഹാവതാരം അതുപോലെ തന്നെ 2 തവണ എടുത്തിട്ടുണ്ട്. ശ്വേത വരാഹവും രക്തവരാഹവും അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി അവതാരങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അതെല്ലാം വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് ചോദിക്കാം, അല്ലെങ്കിൽ പോയിന്റ് പറയാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. പ്രഭു, പുരുഷോത്തമ മാസത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പൊ അതില് നേരത്തെ എനിക്ക് കേട്ടതുപോലെ ഒരു ഓർമ്മ, നരസിംഹ അവതാരം പുരുഷോത്തമ മാസത്തിലാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞിരുന്നു മാതാജി, പറഞ്ഞിരുന്നു. കാര്യം നരസിംഹ ജയന്തി കഴിഞ്ഞില്ലേ? നരസിംഹ ജയന്തി കഴിഞ്ഞു. കാര്യം മാതാജി, അത് ഇങ്ങനെ ഈ മാസം ആ സമയത്ത് നരസിംഹ ജയന്തി വന്നത്, ഈ പുരുഷോത്തമ മാസം എന്താണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള മാസമല്ലേ? അതിമാസമല്ലേ? ഇത് ശരിക്കും അവതാരം നടന്ന സമയത്ത് പുരുഷോത്തമ മാസത്തിലാണ് നടന്നത്. ഇതിപ്പോ എല്ലാ വർഷവും വരുന്നതാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ മാസം എന്ന് പറയാമായിരുന്നു അല്ലെ? ഇന്ന സമയത്താന്ന് പറയാമായിരുന്നു. പുരുഷോത്തമ മാസത്തിൽ തന്നെയാണ് നരസിംഹ ജയന്തി വരുന്നതെന്ന്. ഇത് 3 വർഷം കൂടുമ്പോ അല്ലേ വരുന്നത്? ഈ റൊട്ടേഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നരസിംഹ ചതുർദശി ഈ പുരുഷോത്തമ മാസത്തിൽ വരുന്നതായിട്ട് മാതാജിക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോ മാതാജി ഇതിനെപ്പറ്റി മനസ്സിലായി. ഇനി അടുത്ത 3 വർഷം വരുമ്പോൾ ഇത് എങ്ങനെ പുറകോട്ടാ പോകുന്നത് അല്ലെ? ഒരു മാസോടെ പുറകോട്ടാകും. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും പുറകോട്ടായി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നരസിംഹ ജയന്തി വരുന്ന കൃത്യം പുരുഷോത്തമ മാസത്തിലായിരിക്കും. ഇപ്പൊ നമുക്ക് അത് അങ്ങനെ വരണമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇത് അതിമാസം, കൊള്ളിക്കാനായിട്ടുള്ള ഒരു മാസം അല്ലേ? ഈ കുറവായിട്ടുള്ള ദിവസങ്ങളെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാസമാണ്. നമ്മൾ സൂര്യമാസവും ചാന്ദ്രമാസവും തമ്മിൽ എന്താണ് ആ കണക്കിന്റെ മിസ്റ്റേക്ക് ക്രമീകരിക്കുന്ന മാസമാണിത്. അതുകൊണ്ടാണ്. കാര്യം ഈ ഹിരണ്യകശിപു
ബ്രഹ്മദേവന്റെ അടുക്കൽ പറഞ്ഞ കണ്ടീഷനില് ഈ ഒരു കണ്ടീഷനോടൊപ്പം ഉണ്ടായിരുന്നു അല്ലെ? ഈ നമ്മളുടെ കാലക്രമത്തിൽ വരുന്ന ഒരു മാസത്തിലായിരിക്കരുത് ഈ 12 മാസങ്ങളിൽ ആയിരിക്കരുത് എന്റെ മരണം സംഭവിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പുരുഷോത്തമ മാസം എന്ന് പറഞ്ഞ 13ാമത്തെ മാസമാണ്. ഈ 12 മാസങ്ങളിൽ പെടുന്നതല്ല അല്ലെ, ആദ്യമാസമാണ്. അപ്പൊ ആദ്യമാസത്തിലാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് വധിക്കാനായിട്ട് പറ്റിയത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, ഹരേ കൃഷ്ണ. ഈ അഞ്ചാമത്തെ ബേദ് മറ്റേ ഇതിഹാസ് മഹാഭാരത് പുരാൺ പറഞ്ഞില്ല. അപ്പോ ശ്രീമദ് ഭാഗവത് അത് അഞ്ചാമത്തെ ബേദില് വരും. അതെ, ശ്രീമദ് ഭാഗവതം 5ാമത്തെ പുരാണങ്ങളിൽ പെട്ടാണല്ലോ. 18 പുരാണങ്ങളിലെ 18ാമത്തെ പുരാണമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് 5ാമത്തെ വേദമാണ്, പഞ്ചമ വേദമായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തെ പറയുന്നത്. പ്രഭുജി പറഞ്ഞ ഈ 4 ബേദില്ല, അത് ഏത് കാറ്റഗറീസ് ആയിട്ട് പറഞ്ഞില്ലേ ഭരണ? അപ്പൊ ഏത് ബേദ് ഏത് ഭരണക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി പറയും. അതായത് 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. ഇത് ഇനീഷ്യലി യജുർവേദമായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ആ ശ്ലോകത്തിൽ പറഞ്ഞു യജുർവേദം. അപ്പൊ അത് ബ്രാഹ്മണർക്ക് മാത്രമായിട്ടായിരുന്നു. പിന്നെ ഓരോ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും അത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് ഡിവൈഡ് ചെയ്തു. പക്ഷെ ആ ഡിവിഷൻ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഏത് വേദം ഇവിടെ എടുത്ത് പറയുന്നില്ല. സോ അത് ഇനി തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം, ഗ്രൂപ്പിൽ ഇടുവോ അല്ലെ പറഞ്ഞു തരുവോ ചെയ്യാം. ഋഗ്വേദം ഞാനിപ്പോ ഇത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അഥർവവേദം എന്തായാലും തമോ ഗുണികൾക്കായിരിക്കും എന്നുള്ള ഉറപ്പാണ്. കാര്യം അതിനകത്ത് ആഭിചാര്യ മന്ത്രങ്ങളാണ് പറയുന്നത് കൂടുതലും. ബാക്കിയുള്ളതൊക്കെ നോക്കേണ്ടി വരും. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ അതോ മിക്സ്ഡ് ആയിട്ടാണോ എന്നുള്ളത് നോക്കേണ്ടി വരും. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറയാം. വർണ്ണ മാതാജി. ഹരികൃഷ്ണ പ്രഭു, ഞാൻ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാം. കലിയുഗത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയൊക്കെ ധാർമ്മികത, ആത്മീയത ഒക്കെ നഷ്ടപ്പെടുന്നത് കണ്ടിട്ട് മനുഷ്യർക്ക് എളുപ്പത്തിൽ ധർമ്മവും ജ്ഞാനവും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് വ്യാസമഹർഷി തൻ്റെ ഗുരുവായ നാരദമുനിയുടെ ഉപദേശത്തിലൂടെയാണ് ശ്രീമദ് ഭാഗവതം ലോകക്ഷേമത്തിനായി രചിച്ചത്. മനുഷ്യരുടെ ബുദ്ധിയും ഇതൊക്കെ കുറയുന്ന ഈ കലിയുഗത്തിൽ കുറയുന്നത് കണ്ടിട്ട് അവർക്ക് പെട്ടെന്ന് ഈ വലിയ വേദം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതിനാൽ ഈ നാല് വർണ്ണങ്ങളിൽ പെട്ട ആൾക്കാർക്കായിട്ട് അവരുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് വ്യാസദേവൻ വേദങ്ങളെ 4ആയി വിഭജിച്ചു. അതാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പിന്നെ 5ാമത്തെ വേദമായിട്ട് പറഞ്ഞിരിക്കുന്നത് പുരാണ ഇതിഹാസങ്ങളായ രാമായണം, മഹാഭാരതം, ശ്രീമദ് ഭാഗവതം അവയൊക്കെയാണ്. അത് സാധാരണക്കാരായിട്ടുള്ള അധികം ബുദ്ധിയില്ലാത്ത ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിനെ പഞ്ചമവേദം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി സബിത മാതാജി. ഭഗവാൻ ബ്രഹ്മദേവന്റെ മനസ്സിൽ ഉപദേശിച്ചു കൊടുത്ത ജ്ഞാനം ബ്രഹ്മദേവൻ മാനസപുത്രനായ നാരദമുനിക്കും നാരദമുനി വഴി അത് വ്യാസഭഗവാനിലേക്കും എത്തി. വ്യാസഭഗവാനാണ് വേദങ്ങളെ 4ആയിട്ട് വിഭജിച്ചത്. ഈ 4 വർണ്ണങ്ങളുടെ കർമ്മസംബന്ധമായ സേവന ശുചീകരണാർത്ഥം വേദങ്ങളെ 4 യജ്ഞങ്ങളായിട്ട് അദ്ദേഹം വിഭജിച്ചു. പഞ്ചമ വേദങ്ങളായിട്ട് അറിയപ്പെടുന്നതാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം വേദങ്ങളും ഉപനിഷത്തുകളുമാണ്. നമ്മുടെ മുന്നിൽ വെളിവാക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് ശ്രീല ജീവഗോസ്വാമി പറയുന്നു. ഹരേ കൃഷ്ണ. ശോഭന മാതാജി, ബിന്ദു മാതാജി, കൃഷ്ണമാരി മാതാജിക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നെ വിളിച്ച പക്ഷെ ഇവിടുത്തെ കുട്ടികളൊക്കെ ഓടിപ്പോയി. അതെയോ?
ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ വയ്യേ പറഞ്ഞിട്ട് ഓടിപ്പോയി. അതെ, ചോദ്യം ചോദിക്കുന്ന പ്രഭു വെച്ചിട്ടാണോ? അതെ അതെ, ഞാൻ വിശ്വസിച്ച് ഇനി എന്താ പറയാന്ന് വിചാരിച്ചിട്ട് പൊട്ടത്തരങ്ങള് എന്താ പറയാവോന്ന് വിചാരിച്ചിട്ട് അവർ ഓടി. കൃഷ്ണ, ഹരേ പ്രഭു കൃഷ്ണ. ആ ഇന്നലെ എന്റെ അടുത്ത് എന്താ ചോദിച്ചു പറഞ്ഞ പറ. ശ്രീരാമസ്വാമി ഒരു വൈശ്യനെ എന്തെന്ന് പറയാ, വൈശ്യനെ ശൂദ്രനെ കൊന്നിട്ടുണ്ടോ പ്രഭു തപസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്? ഇല്ല, അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. ശ്രീരാമസ്വാമി ശൂദ്രനെ രാമായണ വധിച്ചു എന്ന്. ആ ഈ വാൽമീകി രാമായണത്തില് അവര് വായിച്ചു എന്ന് പറയുന്നു. ഇത് ആര് പകർത്തിയതാണെന്ന് അറിയത്തില്ല. ഒറിജിനൽ വാത്മീകി രാമായണത്തിൽ അങ്ങനെ ഉണ്ടോന്ന് ഞാൻ വേണമെങ്കിൽ നാളെ നോക്കിയിട്ട് പറയും. ശൂദ്രനെ വധിച്ചു എന്നല്ലേ? ആ തപസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യം ചോദിച്ചത് എന്താ, സീതാദേവിനെ ഉപേക്ഷിച്ചത് ഉം. ശരിയായില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഇവര്. അതെയോ? മാതാജിയുടെ ആ അങ്ങനെയൊക്കെ പറഞ്ഞു. ആ സീതാദേവി ഭാര്യനെ ഉപേക്ഷിക്കാൻ പാടുവോ? വേറൊരാള് പറഞ്ഞ കാര്യം കേട്ടിട്ട് അഗ്നി അഗ്നി എന്താ പറയാ, അഗ്നിയിൽ ചാടൂലേ പ്രഭു? ആ, അഗ്നിയിൽ ചാടി. അഗ്നിശുദ്ധി വരത്തില്ലേ? അഗ്നിശുദ്ധി അഗ്നിശുദ്ധി വരുത്തുന്നുണ്ട്. ആ ആ അതൊക്കെ ചെയ്യിപ്പിക്കാൻ പാടുവോ? വേറൊരാള് പറഞ്ഞ സ്ഥിതിക്ക് ഉം, രാജാവല്ലേ, അങ്ങനെ ചെയ്യാൻ ഉം. പാടുവോ എന്നൊക്കെ ചോദിച്ച് ഇവരെന്നെ ഇന്നലെ കുറെ വധിച്ചു പ്രഭു. എനിക്ക് അത് ഒന്നും ആരാണ് പറയാനുണ്ടായിരുന്നില്ല. മാതാജി? അത് അപർണകുട്ടി. അപർണക്കുട്ടിയോ? ദേ ഇവിടെ ഒരു ആ അപർണക്കുട്ടി ഉണ്ട്. ആ ഞാൻ ഇപ്പൊ അപർണകുട്ടിയല്ല ഞാനാണ്. ഈ ആ അപർണകുട്ടിയല്ല, ഈ അപർണകുട്ടി ഇവിടെ ഒരു അനു ഉണ്ട്. ഇവര് ആ രണ്ടുപേരും ഇന്നലെ എന്നെ അവരാണ്. വധിച്ച്. ആ അതെയല്ലേ? അനുവിന്റെ ചേച്ചിയാണ് അപർണകുട്ടി. അതെയല്ലേ? അവര് വേറെ ഏതോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ ഡിഗ്രി ഒക്കെ എടുക്കുന്നത്. അതായത് ആ തീരെ വൃത്തിയില്ലാത്ത ആൾക്കാര് എഴുതുന്ന, നാസ്തികരായിട്ടുള്ള ആൾക്കാർ, അതിനെപ്പറ്റി ഒരു ശ്ലോകം ഉണ്ടായിരുന്നല്ലോ. നാസ്തികരായിട്ടുള്ള ആൾക്കാർ എഴുതുന്ന വിവർത്തനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും ഒക്കെ എന്താണ് കൊലപാതകികളും എന്താണ് നരാധമന്മാരും ഒക്കെ ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാര്യം അദ്ദേഹം ആ ചെയ്തത് ഒരു രാജാവിന്റെ കർത്തവ്യമാണ്. എല്ലാ പ്രജകൾക്കും അദ്ദേഹം ഒരുപോലെ സ്ഥാനം കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഈ സീതാദേവി ആയിട്ടുള്ള ഈ ഒരു വിരഹവും, കാര്യം അവര് തമ്മിൽ യാതൊരു മൈൻഡിൽ ഒരു സെപ്പറേഷനും ഇല്ല. നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾക്കാണ് അതെന്താണ് ഒരു ഉപേക്ഷ. ഒരിക്കലും ശ്രീരാമചന്ദ്രൻ സീതയെ പിരിയുന്നില്ല, സീത ഉം. സീതാദേവി ശ്രീരാമചന്ദ്രനെയും പിരിയുന്നില്ല. നമ്മൾ പക്ഷെ ഭൗതികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ തോന്നുന്നത്. പിന്നെ എന്താണ്, ഒരു രാജാവിനെ സംബന്ധിച്ചിട്ട് എല്ലാ പ്രജകൾക്കും അവരുടെ ആ ഒരു അവര് പറയുമ്പോൾ ആ ഒരു അപമാനം, അതായത് ഒരു ഒരു പരദൂഷണം പറയുമ്പോൾ ആ പരദൂഷണം പറയുന്ന ആളെ പോയി വധിക്കാൻ വേണമെങ്കിൽ രാജാവിന്, അല്ലേ? പക്ഷെ അത് ചെയ്യാതെ എന്താണ് ചെയ്തത്? ആ ഇൻ കേസ് ആർക്കെങ്കിലും കംപ്ലൈന്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാവരുടെയും പരാതി മാറ്റി തരാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്ര സ്വാമി അതുപോലെ ചെയ്തത്. ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കാൻ. ഞാനേ പ്രഭു ഒരിക്കൽ കേട്ടേക്കണത്, ഈ ശ്രീരാമസ്വാമി സീതാമാതയുടെ അടുത്ത് ചോദിക്കും, ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് ചോദിക്കുമ്പോ പറയും, ആ ആശ്രമത്തിൽ എനിക്ക് കുറച്ച് നാളും കൂടെ പോയി താമസിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. അതുണ്ട്, അത് അതുണ്ട്. ശരിയാണോ? മാതാജി അത് പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. കാര്യം ഇത് ആ പൂർണ്ണമായിട്ടും ഇവര് തമ്മില് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഈ ഒരു കഥ പറഞ്ഞില്ലേ, മാതാജി പറഞ്ഞില്ലേ, ശ്രീരാമ, ആ ഇതെല്ലാം അവര് തമ്മില് പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ആ സീതാദേവിയുടെ ആ ഒരു താല്പര്യം ഇല്ലായ്മയിൽ അതായത് പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തതൊന്നുമല്ല. ലക്ഷ്മണന് ആ ഒരിക്കലും അത് ചെയ്യാനായിട്ട് താല്പര്യമില്ലായിരുന്നു. ലക്ഷ്മണനെ എന്താണ് നിർബന്ധിക്കുകയായിരുന്നു. കാര്യം ശ്രീരാമചന്ദ്ര ഭഗവാന് ആ ഒരു കാര്യം കൃത്യം ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് ലക്ഷ്മണനെയാണ് അത് ഏൽപ്പിച്ചത്. ഉം. ഓക്കെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ശ്രീമദ് ഭാഗവതമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ക്ലാസ്സിൽ ബാക്കിയുള്ളവർ പോയി കഴിഞ്ഞ് നമുക്ക് ഡിസ്കഷൻ നടത്താം. ഓക്കേ പ്രഭു. ശശീല മാതാജി ഇപ്പൊ ഇന്ന് എടുത്ത ശ്ലോകത്തിന്റെ സമ്മറി പറയാമോ? ഹരേ കൃഷ്ണ പ്രഭു. അതിന് മുമ്പ് ചോദിച്ചിട്ടെ പ്രഭു, ഈ പുരാണങ്ങളുണ്ടല്ലോ, പുരാണങ്ങള് സത്വഗുണത്തിനുള്ള പുരാണമുണ്ട്, രജോഗുണത്തിലുള്ള പുരാണങ്ങളുണ്ട്, വേദങ്ങൾക്കും അങ്ങനെയുണ്ട് അല്ലെ? ആ വേദങ്ങൾക്കും അങ്ങനെയുണ്ട്. 6 പുരാണങ്ങള് സത്വഗുണത്തിലുള്ളത്, 6 പുരാണങ്ങള് രജോ ഗുണത്തിലുള്ളത്, 6 പുരാണങ്ങൾ തമോ ആ ഗുണത്തിലുള്ളത്. അതിന്റെ ഒരു വിഷ്ണു ഡിവിഷൻ പുരാണം വേണമെങ്കിൽ ഞാൻ നാളെ അയച്ചു സത്വഗുണത്തിലുള്ളതാണല്ലോ. തരാം. അത് അത് വിഷ്ണു വേണമെങ്കിൽ ഞാൻ പുരാണമൊക്കെ സത്വഗുണത്തിലുള്ളത്. അതെ അതെ, ആ വിഷ്ണു പുരാണം പുരാണം ഉണ്ട്. എനിക്ക് തോന്നുന്നത് തമോ ഗുണത്തിലുള്ള ഗരുഡ പുരാണം തമോ ഗുണത്തിലാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ മത്സ്യപുരാണമുണ്ട്. ബ്രഹ്മവൈവർത്ത പുരാണമൊക്കെ രജോ ഗുണത്തിലുള്ളതാ. ബ്രഹ്മവൈവർത്ത പുരാണമൊക്കെ രജോ ഗുണത്തില, അങ്ങനെയുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പ്രഭു പറഞ്ഞത് ശ്രീമദ് ഭാഗവതത്തിന്റെ ഉത്ഭവത്തെ പറ്റി പറഞ്ഞു. അത് ഭഗവാനിൽ നിന്നും ആദ്യമായിട്ട് ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തു. അതാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. ബ്രഹ്മദേവനിൽ നിന്ന് നാരദർ കേട്ടു. പിന്നെ നാരദ മഹർഷിയിൽ നിന്നും ശ്രീ വ്യാസദേവന് പറഞ്ഞു കൊടുത്തു. വ്യാസ ഭഗവാൻ ശുകദേവ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു. ശുകദേവ ഗോസ്വാമിയിൽ നിന്നും പരിഷിത്ത് കേട്ടു. ആ സമയത്ത് തന്നെ ശൗനകർഷിമാരിൽ ഉണ്ടായിരുന്നു. സുഗത ഗോസ്വാമി കേട്ടതിന് ശേഷമാണ് നമ്മളിപ്പോ കേൾക്കുന്നതാണ് പഠിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ കലിയുഗത്തിനെ പറ്റി കൂടുതലും പഠിച്ചത്. ആദ്യത്തെ സെന്റൻസിലെ കാലത്തിനെ പറ്റി പറയുന്നുണ്ട്. കാലം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിലെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് കാലോസ്മി എന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞു ഞാൻ കാലം തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഒരു കാലത്തെ നിയന്ത്രിക്കുന്ന മുഴുവനും ഭഗവാനാണ്. നമുക്ക് ഒരു ആയുസ് നമ്മുടെ ഒരു നിമിഷം പോലും നമുക്ക് മാറ്റാൻ സാധ്യമല്ല. അതുപോലെ ഈ ഒരു പരിധി കഴിയുമ്പോൾ ഈ പ്രപഞ്ചം മൊത്തം നശിക്കും. അതെല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ ടൈമിനെ പറ്റി ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് കലിയുഗത്തിനെ പറ്റിയാണ്. കലിയുഗത്തിന്റെ പോരായ്മകൾ എന്താണെന്ന്. ഭഗവാൻ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷനായ ശേഷം ഈ അടുത്ത കലിയുഗം വരുമ്പോൾ എങ്ങനെയായിരിക്കും ജനങ്ങളുടെ ദുരിതങ്ങൾ അറിഞ്ഞുകൊണ്ട് വ്യാസഭഗവാൻ ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് ഉണ്ടാക്കിയതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ലിറ്റററി ഇൻകാർണേഷൻ ആണ് ഭാഗവതം. ഭഗവാനും ഭാഗവതം തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ അതിനകത്ത് കലിയുഗത്തിലെ ജനങ്ങൾക്ക് എന്തുമാത്രം ദുരിതമാണെന്ന് വ്യാസഭഗവാൻ നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ആ ദുരിതങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഭാഗവതം ഉണ്ടാക്കിയത്. അത് വൈഷ്ണവരുടെ ഒരു പ്രധാന സവിശേഷതയാണ് കമ്പാഷൻ, അനുകമ്പ എന്ന് പറയുന്നത്. വ്യാസഭഗവാനും കലിയുഗത്തിലെ ആൾക്കാരുടെ അനുകമ്പ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഇതെടുത്തത്. രണ്ടാമത്തെ എക്സാമ്പിൾ പ്രഭുപാദർ തന്നെ. നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഭാഗവതം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പർപ്പോട്ട് വായിച്ച് നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കും. വേറൊരു എക്സാമ്പിൾ പ്രഹ്ലാദൻ കൂടെയുള്ള തന്റെ എല്ലാവർക്കും ഭഗവാന്റെ ആ നാമജപം കിട്ടാൻ വേണ്ടി എല്ലാവരും ഉപദേശിക്കാൻ ശ്രമിച്ചു. അപ്പോൾ വൈഷ്ണവരുടെ പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത് ദയയും കമ്പാഷനും അനുകമ്പയാണ്. പിന്നെ കലിയുഗത്തിലെ ആൾക്കാരുടെ എന്തൊക്കെയാണ് പോരായ്മകൾ? ഒന്നാമത്തത് മെമ്മറി പവർ. നമുക്കറിയാം ഇപ്പൊ ശ്രീമദ് ഭാഗവതം തന്നെ ശുകദേവ ഗോസ്വാമി വ്യാസഭഗവാനിൽ കേട്ടാണ് പഠിച്ചത്. ആ കേൾവിയിൽ കൂടിയാണ് അത് പഠിച്ചത്. എന്നാൽ ഇപ്പോഴാണ് നമുക്ക് ഒരു ശ്ലോകങ്ങൾ പഠിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ കലിയുഗത്തിലെ ആൾക്കാർക്ക് വളരെയധികം കുറവാണ് മെമ്മറി പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആയുസ്. സത്യയുഗത്തിലെ ജനങ്ങൾക്ക് 1,00,000 വർഷം വരെ ആയുസ് ഉണ്ടായിരുന്നു. അത് ത്രേതായുഗമായപ്പോൾ 10,000 പിന്നെ ദ്വാപരയുഗത്തിൽ അത് 1000. ഇപ്പൊ കലിയുഗത്തിൽ 100 വർഷം പോലും വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അപ്പൊ ആയുസ് കുറഞ്ഞു. അതുപോലെ തന്നെ ശക്തി, പവർ കുറഞ്ഞു. അതുപോലെ സുമന്ദഗത, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അലസരാണ് ആൾക്കാർ, വളരെ ലേസിയാണ്, അലസരാണ്. അങ്ങനെ എല്ലാ നമ്മുടെ പഴയ ആ ഗുണങ്ങളെല്ലാം തന്നെ കുറഞ്ഞു വന്നു. അപ്പൊ ഇതെല്ലാം നേരത്തെ തന്നെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഭാഗവതം നമ്മൾ എന്തുമാത്രം വിശ്വാസയോഗ്യമാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് പിന്നെ അടുത്തതിലെ വേദങ്ങളെ പറ്റി പറഞ്ഞു. വേദങ്ങൾ എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് ഉണ്ടായതാണ് വേദം. അത് ആദ്യമേ ഒരു വേദം തന്നെ വ്യാസഭഗവാൻ 4 തരംതിരിച്ചു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ സാമാന്യങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായ ഇതിൽ 4 വേദത്തിനെ വിഭജിച്ചു. വേദങ്ങൾ കൂടിയാണ് നമ്മൾ യജ്ഞങ്ങളെ പറ്റി അറിയുന്നത്. യജ്ഞങ്ങൾ എന്ന് പറയുന്നത് കർമ്മമാണ്. യജ്ഞങ്ങൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ പ്യൂരിഫൈ ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ കർമ്മങ്ങൾ പ്യൂരിഫൈ ആവണം. നമ്മുടെ കർമ്മങ്ങൾ നമുക്കറിയാം പലതരം കർമ്മങ്ങളുണ്ട്. അപ്രാരാബ്ധ കർമ്മം, പ്രാരാബ്ധ കർമ്മം. അപ്രാരാബ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മം. പ്രാരാബ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പൂർവ്വജന്മങ്ങൾ നമ്മൾ സ്വരുക്കൂട്ടിരിക്കുന്ന കർമ്മങ്ങൾ. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പ്യൂരിഫൈ എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണ്, നമ്മുടെ കർമ്മങ്ങളെ പ്യൂരിഫൈ ചെയ്യുക. അപ്പോ നമ്മുടെ സത്യയുഗത്തിൽ പറഞ്ഞിരുന്നത് തപസ്സായിരുന്നു. ത്രേതായുഗമായപ്പോൾ അത് മെഡിറ്റേഷനായി. പിന്നെ യജ്ഞമായിരുന്നു. പിന്നെ ദ്വാപരയുഗത്തിലെ വിഗ്രഹാരാധനയായി. കലിയുഗത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പം കലിയുഗത്തിൽ ഇത്രയൊക്കെ തിന്മകൾ ഉണ്ടെങ്കിലും അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് മാത്രമേ, ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്യൂരിഫൈ ആവാനും സാധിക്കും, ഭഗവാന്റെ ലോകത്ത് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷെ ആ ഹരിനാമം നമ്മൾ ജപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വളരെ വ്യക്തതയോടുകൂടി ഭഗവാന്റെ ഓരോ നാമവും
ഒരു ലെക്ചറെ കേട്ടായിരുന്നു. നമ്മൾ ഹരികൃഷ്ണ പറയുമ്പോൾ, ഹരികൃഷ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൃഷ്ണ എന്ന് പറയുന്ന ഭഗവാൻ നമ്മുടെ മനസ്സിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത ബീറ്റിലേക്ക് പോകാവുള്ളൂ. അത്രയ്ക്ക് അറ്റൻറ്റീവായിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക. അതിന്റെ ശക്തി വളരെ കൂടുതലാണ്. അത് നമ്മൾ ഒരു ദിവസം പോലും ഒരു മുട്ടുവരുത്താതെ അറ്റൻറ്റീവായിട്ട് ദിവസേന അത് നമ്മൾ സാധനയാക്കി ദിവസേന ചൊല്ലി നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അതുപോലെ ഭാഗവതം നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, ഭാഗവതം നമ്മൾ കേൾക്കുന്നതും നല്ലൊരു ഡിവോട്ടിൽ കൂടി ആയിരിക്കണം. അത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭാഗവതം പറഞ്ഞ ആൾക്കാരുടെ കേൾക്കാതെ പരമ്പരയിൽപ്പെട്ട ആളുകളിൽ നിന്നും ഭഗവാനെ പറ്റി കേൾക്കുക. അപ്പോൾ ഭഗവാനെ പറ്റി നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ പറ്റി ഭക്തി ഉണ്ടാവുള്ളൂ. ഭഗവാൻ സ്നേഹം തോന്നണമെങ്കിൽ നമുക്ക് ഭഗവാനെ പറ്റി കേൾക്കണം. അത് നമ്മൾ ശ്രീമദ് ഭാഗവതം അതിന്റെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരിൽ നിന്ന് കേൾക്കുക, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി നല്ല രീതിയിൽ ഒരു സമ്മറി പറഞ്ഞു. ഒരുപാട് സന്തോഷം. എല്ലാരും ഈ മാതാജിയുടെ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്നറിയോ, ഈ ഒരു സമയത്ത് കയറി കഴിഞ്ഞാൽ തന്നെ എല്ലാം പിടികിട്ടും അല്ലേ അല്ലേ സബിത മാതാജി? ഈ ഒരു അതെ 5 മിനിറ്റ് ലാസ്റ്റ് കയറിയാൽ തന്നെ അല്ലേ അത്രയും സമയം. ഓക്കെ, ഹരിബോൾ. ഒരുപാട് സന്തോഷം മാതാജി. അപ്പം മാതാജി അത് വളരെ വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ നമ്മള് കണ്ടത് ഈ നമുക്കിപ്പോ അറിയാം, ഒരു 500 വർഷങ്ങൾക്ക് മുന്നേ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം ഉണ്ടായി. അത് കഴിഞ്ഞ ശേഷം അത് 14-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിലൊക്കെ ഭക്തന്മാരുടെ ഒരു ശൃംഖല തന്നെയായിരുന്നു. നമുക്കറിയാമല്ലോ ആരൊക്കെയായിരുന്നു. കബീർദാസ് ഉണ്ടായിരുന്നു. കബീർദാസ് ആരായിരുന്നു? രാമഭക്തൻ. ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഇനി അത്യാവശ്യമുള്ളവർക്ക് പോകാം, അല്ലാത്തവർ മാത്രം നിന്നാ മതി. കാര്യം ഞാൻ സമയം കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞ് പരാതി വരുന്നത്. ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. ഓക്കെ, ഇനി അത്യാവശ്യക്കാർക്ക് എക്സിറ്റ് ആകാം, യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ കബീർദാസ്, സൂർദാസ്, അതുപോലെ തന്നെ തുളസീദാസ് ഏതാണ് എഴുതിയത്? തുളസീദാസ് ആണ് രാമചരിതമാനസം എഴുതിയത്. തുളസീദാസ് രാമചരിതമാനസം എഴുതിയ ആള്. പിന്നെ വേറെ ഭക്തന്മാരെ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയാണ്? പൂന്താനം, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, കുറൂരമ്മ, പിന്നെ ആരാണ്? നമ്മുടെ ചെറുശ്ശേരി, കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരി. പിന്നെ വേറെ ആരായിരുന്നു? വില്യമംഗലം സ്വാമിയാര്, വില്യമംഗല സ്വാമിയാര്, എഴുത്തച്ഛൻ. ഇവരെല്ലാരും വളരെ ഭക്തരാണ്. അതുമല്ല 100-500 വർഷം. പിന്നെ തന്നെ ആദിശങ്കരാചാര്യര്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നർസി മേത്ത എന്ന് പറഞ്ഞ ആളുണ്ട്. നർസി മേത്ത, അദ്ദേഹം ഗുജറാത്തിലെ ഒരു ഭക്തനാണ്, ഭയങ്കര വലിയ ഭക്തനാണ്. പിന്നെ തുക്കാറാം, കേട്ടിട്ടുണ്ടോ? തുക്കാറാമിന്റെ ഇത് ഭജൻസ് ഒക്കെ ഭയങ്കര പ്രശസ്തമാണ്. തുക്കാറാം ഭയങ്കര പരമഭക്തനായിരുന്നു തുക്കാറാം. പിന്നെ എന്താണ്? പിന്നെ ആരായിരുന്നു ഭക്തര്? നാമദേവൻ, അതായത് പാണ്ഡുരംഗ വിട്ടല ക്ഷേത്രത്തിലെ ഭക്തന്മാർ. നാമദേവൻ, ജ്ഞാനേശ്വര, ജനാഭായി, സക്കുഭായി, പിന്നെ ആരാണ്? ചൊക്കാമല, കനകദാസൻ ആരാണെന്ന് അറിയാമോ? ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഉടുപ്പിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം. ഉടുപ്പി അമ്പലത്തിൽ കനകന കിണ്ടി എന്ന് പറഞ്ഞ ഒരു വാതിലുണ്ട്. ഭഗവാൻ തിരിഞ്ഞിരുന്നു ഈ ഭക്തന് വേണ്ടിയിട്ടല്ലേ. ഭഗവാൻ നേരെ തിരിഞ്ഞിരുന്നു. അപ്പൊ അതേ പൊസിഷനിലാണ് ഇപ്പോഴും ഭഗവാൻ ഇരിക്കുന്നത്. മെയിൻ വാതിലിൽ കൂടെ അല്ല ദർശനം നടത്തുന്നത്. ഭക്തനെ കാണാൻ വേണ്ടിയിട്ട് ഭക്തന് ദർശനം കൊടുക്കാൻ വന്ന ആ ഒരു ചെറിയ കിളിവാതിലിൽ കൂടെയാണ് ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഒക്കെ ആ ഭിത്തി പൊട്ടി മാറി, മതിലും ഒക്കെ പൊട്ടി മാറി. അതുകൂടെ മതിലിന് വെളിയിൽ ക്ഷേത്രത്തിൽ കയറാൻ അനുവാദമില്ലാത്ത കനകദാസന് ദർശനം കൊടുത്തു. ആ ഒരു പാട്ട് ഏതായിരുന്നു? കൃഷ്ണ നീ വേഗേണേ ബാരോ അല്ലെ? ആ പാട്ടല്ലേ കനകദാസൻ പാടിയത്? കൃഷ്ണ നീ വേഗേണേ ബാരോ എന്ന് പറഞ്ഞിട്ടുള്ള കന്നഡയിലുള്ള ആ ഒരു പാട്ട്. അപ്പം നിങ്ങൾ നോക്കിയപ്പോ എത്ര ഭക്തന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ വേറെ ഒരാളുണ്ടായിരുന്നു, ഏറ്റവും പ്രശസ്തരായ ആരാണ്? ജയദേവ കവികള്. പിന്നെ എന്താണ്? പത്മാവതി. എന്താണ്? ഗീതാ ഗോവിന്ദവും. പിന്നെ എന്താണ്? നമ്മുടെ പ്രളയ പയോധി ജല എന്ന് പറഞ്ഞിട്ടുള്ള അതെന്താണ്? അഷ്ടപതി. ഇതൊക്കെ എഴുതിയ ജയദേവ കവികള്. എത്ര വലിയ ഭക്തനാണല്ലേ. അപ്പൊ നമ്മൾ നർസി മേത്തയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു ഭക്തനെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. അത് മുജുകുന്ദന്റെ അവതാരമായിട്ടാണ് നമ്മൾ പറയുന്നത്. മുജുകുന്ദൻ ആരാണെന്ന് അറിയാമല്ലോ അല്ലെ? കാലയവനെ ഭഗവാനെ ഓടിച്ചു കാലയവൻ അല്ലേ. അങ്ങനെ ഭഗവാൻ ഓടി വന്ന് മുജുകുന്ദൻ തപസിരിക്കുന്ന ഗുഹയ്ക്കകത്ത് കയറി. അപ്പൊ മുജുകുന്ദന്റെ പുറകിൽ ഭഗവാൻ ഒളിച്ചിരുന്നു. അപ്പൊ മുജുകുന്ദൻ എന്ത് ചെയ്തു? കണ്ണു തുറന്നപ്പോൾ എന്ത് ചെയ്തു? കാലയവനൻ ഭസ്മമായി പോയി.
കാര്യം മുചുകുന്ദൻ വരം മേടിച്ചിരുന്ന എന്തായിരുന്നു? ഉറങ്ങാനായിട്ടുള്ള വരമാണ് മേടിച്ചിരുന്നത് അല്ലെ? അല്ല, ഉറക്കത്തിന് ഭംഗം വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു? മുൻപിൽ ഇരുന്ന ആള് ഭസ്മമായി പോയി. അങ്ങനെ ആ മുചുകുന്ദനാണ് ഭഗവാന്റെ അടുക്കൽ നിന്ന് വരം മേടിച്ചിട്ട് പിന്നെ നരസിംഹ മേത്തയായിട്ട് ഗുജറാത്തിൽ വരുന്നത്. അങ്ങനെ സൂർദാസിന് കണ്ണ് കാണാൻ മേലാത്ത ഭക്തനായിരുന്നു അല്ലെ? വൃന്ദാവനത്തിൽ ഈ കണ്ണ് കാണാൻ മേലാതെ പോയി ഭഗവാനെ, കണ്ണുള്ള ആൾക്ക് പോലും കാണാൻ പറ്റത്തില്ല, പക്ഷെ ഭഗവാനെ ശരിക്കും കണ്ട ആളാണ് സൂർദാസ്. വൃന്ദാവനത്തിൽ കൂടെ ഭഗവാനും രാധാറാണി ഓടി നടക്കുന്ന ലീലകൾ മുഴുവൻ കണ്ട ആളാണ്. പിന്നെ നമുക്കറിയാം വൃന്ദാവൻ ഷഡ്ഗോസ്വാമിമാര്. ആരൊക്കെയാണ് ഷഡ്ഗോസ്വാമിമാര്? സനാതന ഗോസ്വാമി, ജീവഗോസ്വാമി, ജീവഗോസ്വാമി, കാലഭട്ടസ്വാമി, രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി, ജീവഗോസ്വാമി, രഘുനാഥദാസ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി. അങ്ങനെ വൃന്ദാവനത്തിലുള്ള ഈ പരമഭക്തന്മാര് അങ്ങ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 14, 15, 16 നൂറ്റാണ്ടുകളിലായിരുന്നു ഈ ഭക്തന്മാരുടെ നിരകൾ മുഴുവൻ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ കണ്ട മലയാളത്തിലുള്ളതാണെങ്കിലും ബംഗാളിലുള്ള ഭക്തന്മാരാണെങ്കിലും അതുപോലെ തന്നെ ഗുജറാത്ത് ആണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും എല്ലാം ഈ എന്താണ് 14, 15, 16 നൂറ്റാണ്ടുകളിലായിട്ടാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും തോറും എന്താണ്, ഭക്തന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ക്വാളിറ്റി ഇല്ലാത്ത ഭക്തന്മാരാണ് ആ ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? കലിയുഗം പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, അതിദാരുണമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ തന്നെ എന്താണ്, ഒരു ഭരണമാറ്റം വരുന്നതിന് മുൻപേ തന്നെ എന്താണ്, വഴിയെ നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടെ ആയി ചില സ്ഥലങ്ങളിലൊക്കെ. ഞാൻ ചില വീഡിയോസ് ഒക്കെ കണ്ടു. വളരെ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ അവസ്ഥ. ഏത് ഗവൺമെന്റ് മാറി മാറി വന്നു കഴിഞ്ഞാലും എന്താണ്, വളരെയധികം ഭീകരവാദികളായിട്ടുള്ള ആൾക്കാര് എന്താണ് സപ്പോർട്ടോട് കൂടി അധികാരത്തിൽ എത്തുക, എന്നിട്ട് എന്താണ് സനാതന ധർമ്മത്തെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവര് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെ നമുക്ക് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ലാതെ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വിദേശങ്ങളിൽ ഇരുന്നാണ് ഏറ്റവും നല്ലതായിട്ട് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് മായയുടെ ക്ഷേത്രമാണ്. നമുക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ടാണ് പരമാവധി നമുക്ക് വിദേശത്തിരിക്കുന്ന അത്രയും ദിവസം നമുക്ക് കൃഷ്ണാവബോധം. അത് കഴിഞ്ഞ് നാട്ടിൽ ചെന്നവരുടെ അവസ്ഥകളൊക്കെ ഭയങ്കര മോശമായി പോയിട്ടുണ്ട്. വീണ്ടും ഭൗതിക, അതായത് നോൺ വെജ് എല്ലാം നിർത്തി നല്ല രീതിയിൽ വന്ന ആൾക്കാരൊക്കെ നാട്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേന് എന്താണ്, ഇന്ന് അവർ തീരെ മോശമായിട്ടുള്ള അവസ്ഥ. കാര്യം ഭൗതിക എനർജി ആയിട്ടുള്ള അസോസിയേഷൻ ആണ് ഡയറക്ട്ലി. അപ്പൊ അങ്ങനെ വളരെ മോശമായിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര സമയം നമുക്ക് പറ്റുന്നോ അത്രയും സമയം കൃഷ്ണാവബോധം വളരെ നല്ല രീതിയിലായിട്ട് ടേക്കപ്പ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാര്യം വരാനായിട്ട് വളരെ എളുപ്പമാണ് കൃഷ്ണാവബോധത്തിലേക്ക്, പോകാനായിട്ട് അതിലും ഈസിയാണ്. പക്ഷെ നിലനിർത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഉദ്യമം. നിലനിർത്തുക ആ പോയിന്റ് നിങ്ങൾ ഓർക്കണം. ഞാൻ ഓർക്കുന്നത് 150 പേരുള്ള സത്സംഗത്തിൽ ഞങ്ങളിപ്പോ 4 പേരാണ് ഇവിടുത്തെ ദോഹയില്. 150 പേരുള്ള സത്സംഗത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നിലനിർത്താനായിട്ട് ഞാനും കിടന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് തുടർന്ന് പോകാൻ വേണ്ടിയിട്ട്. കാര്യം അത്രയ്ക്കാണ് മായ നമ്മളെ ആക്രമിക്കുന്നത് പല രീതിയിൽ. ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകും, അങ്ങനെ മറ്റു പല രീതിയിൽ മാനസികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പം മറ്റു പലരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം, ബന്ധുജനങ്ങളിൽ നിന്നായിരിക്കാം. അങ്ങനെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനിൽ എന്നെ വിളിച്ച് നമ്മൾ ആചാര്യന്മാരൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു തടസ്സം ഉണ്ടാകത്തില്ല. ഭഗവാൻ അങ്ങനെ നമ്മളെ സഹായിക്കും, കൂടുതൽ സഹായിക്കും നമ്മളെ. അല്ലാതെ ഇപ്പൊ ഒരു സത്സംഗം വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ അതിന് കയറാതിരിക്കുകയാണ്. ഒരു ക്ലാസ് നമ്മൾ ഒഴിവാക്കുവാണെങ്കിൽ അടുത്ത ക്ലാസ് തീർച്ചയായിട്ടും ഒഴിവാക്കി തരും. അതിന്റെ അടുത്ത ക്ലാസ് വീണ്ടും ഒഴിവാക്കി തരും. പിന്നെ നമുക്ക് ഒരിക്കലും കയറേണ്ടാത്ത രീതിയിലേക്ക് ആക്കി തരുന്ന ഒരു ഭൗതികമായിട്ടുള്ള ഒരു എനർജിയുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നത്. ആ എനർജി നമ്മുടെ ചുറ്റോടി ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ, ഒരാളെ കൃഷ്ണാവബോധത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ എനർജിയുടെ സ്വാധീനത്തിൽ പെടാതിരിക്കുക. എല്ലാവരും അതിനുവേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക. വാഞ്ചാകൽപതരുപശ്ച കൃപാസന്ധു ഭേവച്ച പതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ജയ്, അനന്തകോടി ആചാരവന്തിക്ക് ജയ്. അപ്പൊ എല്ലാവർക്കും പുരുഷോത്തമ മാസം ശരിക്കും ആചരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ
ആചരിക്കുന്നവരൊക്കെ തന്നെ നമ്മൾ എന്തെങ്കിലും നിശ്ചയം എടുക്കേണ്ടവര് അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിൽ നിശ്ചയം എടുക്കുക. ഞാൻ എന്താണ് പറയുന്നത്, എന്തെങ്കിലും ഭഗവാൻ അടുക്കൽ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക. അപ്പൊ അതൊക്കെ എന്താണ് ഭഗവാൻ തീർച്ചയായിട്ടും സാധിപ്പിച്ചു തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.